ആത്മീയ ശുശ്രൂഷകൾക്ക് ഒരു മെൻറ്ററെ പോലെ നിന്ന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ അഭിഷിക്തൻ, ഈ സംഘടനയുമായി ബന്ധപ്പെട്ട പ്രിയപ്പെട്ടവർ, എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ യുവതി യുവാക്കൾ, മാതാപിതാക്കൾ, കർത്താവിൻ്റെ ദാസന്മാർ, മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചവർ, ഈ സിസ്റ്റത്തെ കൈകാര്യം ചെയ്യുന്നവർ എല്ലാവരെയും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ഇതുവരെ നല്ല ശബ്ദമൊക്കെ ആയിരുന്നു, എല്ലാവരുടെയും ശബ്ദമൊക്കെ എനിക്ക് ഒത്തിരി കൊതിയാണ്. നല്ല ശബ്ദമുള്ളവർ പ്രസംഗിക്കുന്നത്, പാടുന്നത് ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് കൊതിയാണ്. നല്ല ശബ്ദത്തോടെയൊക്കെ ഒന്ന് പ്രസംഗിച്ചാൽ കൊള്ളാമെന്നുള്ള, അല്ലേ? ആർക്കാ കൊതിയില്ലാത്തത്? എനിക്ക് കൊതിയുണ്ട്. എന്നാൽ എൻ്റെ ശബ്ദമെല്ലാം പൂർണ്ണമായി നിന്നുപോയൊരു സമയമുണ്ടായിരുന്നു. ശബ്ദമെല്ലാം നിന്നുപോയി. ബ്ലഡ് വോമിറ്റ് ചെയ്തുകൊണ്ടിരുന്നൊരു സമയം, തൊണ്ട മുഴുവൻ മുഴകൾ പിടിച്ചു. അപ്പോൾ എനിക്ക് നമുക്ക് പാടി കത്താണ്ട് അർപ്പിച്ചതുപോലെ ക്യാൻസർ എന്ന ബയോപ്സി റിപ്പോർട്ടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആശുപത്രി വരാന്തകൾ കയറിയിറങ്ങി നടക്കുമ്പോൾ ഇനി ഒരിക്കലും തിരിച്ചു വരത്തില്ല, ശബ്ദം തിരികെ കിട്ടത്തില്ല എന്ന് ഞാനും മെഡിക്കൽ സയൻസും ഒക്കെ വിശ്വസിച്ചിരുന്ന ഒരു സമയം, ഇതിലേക്ക് ഇറങ്ങി വന്ന തൻ്റെ മഹത്വത്തിൻ്റെ സൗഖ്യത്തെ വെളിപ്പെടുത്തിയ നല്ല കർത്താവിനെ 2014 നഷ്ടമായ ശബ്ദം ചില മാസങ്ങളിൽ അങ്ങനെ ഇല്ലാതിരുന്നുള്ളൂ. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ കർത്താവ് നഷ്ടപ്പെട്ട ശബ്ദം ഈ പരുവത്തിനൊക്കെ തിരികെ തന്നു. ഇന്ന് ശാരീരികമായ പ്രശ്നങ്ങളും ക്ഷീണങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ചെറിയ തോതിലൊക്കെ അലട്ടുന്നുണ്ടെങ്കിലും ഇത്രത്തോളം ആരോഗ്യത്തോടും ബലത്തോടും നിങ്ങളുടെ നടുവിൽ ഇന്ന് പകലിനെ നിൽക്കുവാൻ പ്രാപ്തനാക്കിയ ദൈവത്തിന് എല്ലാ മഹത്വവും നൽകുകയാണ്. കർത്താദാസൻ പറഞ്ഞതുപോലെ ചില ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരോട് ചോദിച്ചാൽ അറിയാം അതിൻ്റെ ആഴം, അതിൻ്റെ വേദനയുടെ ആഴം, ദുഃഖത്തിൻ്റെ ആഴം, അതിൻ്റെ തീവ്രത ആ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവർക്ക് അറിയുവാനായിട്ടിടയാകും. സ്തോത്രം. കാഴ്ചയുടെ വില ആ കർത്താവിൻ്റെ ദാസനെ ചോദിച്ചാൽ അറിയാം. ശബ്ദത്തിൻ്റെ വില എന്നോട് ചോദിച്ചാൽ എനിക്കറിയാം. കഴിക്കുന്നതിൻ്റെ കുടിക്കുന്നതിൻ്റെയൊക്കെ വില എനിക്ക് നന്നായിട്ടറിയാം. ഒരിക്കൽ ഞാൻ ആർസിസിയിൽ സ്തോത്രം ഒരു ചെക്കപ്പ് കഴിഞ്ഞ് താഴെ കാന്റീനിൽ പോയി ഇച്ചിരി വെള്ളം കുടിക്കാനായിട്ട് പോയിരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ കാഞ്ഞിരക്കുളംകാരനായ ഒരു മനുഷ്യനിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. അദ്ദേഹത്തിൻ്റെ മിസ്സസ് എടുത്തിട്ടുണ്ട് കരഞ്ഞുകൊണ്ട്. ഞാൻ ചോദിച്ചു, അണ്ണാ എന്തു പറ്റി? അദ്ദേഹം പറഞ്ഞു, എൻ്റെ പൊന്നു മക്കളെ, സ്തോത്രം, ഞാൻ 1 മണിക്കൂറായി ഈ കഞ്ഞിയുമായിട്ട് ഇരിക്കുക. പക്ഷേ അതിഭയങ്കര വിശപ്പാണ്. ചില വെള്ളം കുടിക്കണമെന്നും ഇച്ചിരി വറ്റി കഴിക്കണമെന്നും കൊതിയുണ്ട്. പക്ഷെ ഒന്നും താഴോട്ടിറങ്ങുന്നില്ല. ഇന്ന് രാവിലെ നിങ്ങൾ എഴുന്നേറ്റപ്പോൾ നന്നായിട്ട് ചായ കുടിച്ചില്ലേ? നല്ല ടീ, നല്ല കോഫി, നല്ല ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളുടെ മമ്മ ഉണ്ടാക്കി തന്നതല്ല, ചായക്കടയിലെ അണ്ണന്മാരെ ചേച്ചിമാർ ഉണ്ടാക്കിയത് ഒക്കെ നമ്മൾ നന്നായിട്ട് കഴിച്ചിട്ടൊക്കെ ആയിരിക്കും വന്നിരിക്കുന്നതല്ലേ? അങ്ങോട്ട് കഴിക്കാനായിട്ട് നമ്മൾ ആ പ്ലേറ്റിന്റെ മുമ്പിൽ പോയിരുന്നപ്പോൾ നമ്മുടെ സർവീസുകളൊക്കെ ഓപ്പൺ ആയതോർത്ത് കൈ പൊങ്ങി വന്നു, വായു തുറന്നു വന്നു, നാക്കൊക്കെ ചലിച്ചു, അല്ലേ? നമ്മുടെ അന്നനാളവും ആമാശയും നമ്മളങ്ങോട്ട് ഉരുട്ടി വിട്ട സാധനങ്ങളെ സ്വീകരിക്കാൻ എത്ര നന്നായിട്ട് സജ്ജമായി. രാവിലെ എഴുന്നേറ്റ് വന്നു, നമ്മൾ ടോയ്ലറ്റിലോട്ട് പോയി നിന്നപ്പോൾ നമ്മുടെ സർവീസുകളൊക്കെ ഒരു പ്രശ്നമില്ലാതെ ഓപ്പൺ ആയില്ലേ? എത്ര ശ്രേഷ്ഠമാണ് ദൈവത്തിന്റെ കരുതലുകൾ. എന്തിനൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം, എന്തൊക്കെ ഓർത്ത് സ്തുതിച്ചാൽ മതിയാവും. ഹല്ലേലൂയ. പണ്ട് എന്നോട് ചെറുക്കൻ ചോദിച്ചു, പാസ്റ്ററെ ഈ 1-1 സ്തുതിക്കണം എന്ന് ചോദിച്ചു. അങ്ങനെയല്ലേ ചോദിച്ചത്? എന്റെ പച്ച മലയാളം പറഞ്ഞോടെ ചോദിച്ചത്. 1-1 സ്തുതിക്കണം. ഞാൻ പറഞ്ഞു 1-1 സ്തുതിക്കണം. മെഡിക്കൽ കോളേജിലൊക്കെ ചെന്ന അഭിഷക്തന്മാർക്കൊക്കെ അറിയാം. ആമേ 2-3 ദിവസമായി യൂറിൻ പോകുന്നില്ല, വലിയ ട്യൂബൊക്കെ കുത്തിക്കയറ്റി കിടക്കുന്ന എത്രയോ അപ്പച്ചന്മാർ അമ്മച്ചിമാർ നമ്മുടെയൊക്കെ ആശുപത്രികൾക്കകത്തുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ പ്രായമുള്ളവരൊക്കെ എത്രയോ പേർ കിടന്ന് പിടയുകയാണ്. മോശനൊന്ന് നടക്കാൻ, ഒരിട്ട് യൂറിനൊന്ന് പോകാൻ. കണ്ടിട്ടില്ലേ? ഞാൻ നിങ്ങളൊക്കെ അങ്ങോട്ട് പോയി നിൽക്കുന്ന ഉടനെ നമ്മുടെ സർവീസുകളൊക്കെ ഓപ്പൺ ആകുന്നത് ഓർത്ത് എത്ര പേര് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നുണ്ട്. കർത്താവിന്റെ ദാസന്മാരുടെ വർഷം ലീഡ് ചെയ്തു. ഒരു കർത്താവദാസൻ മറ്റൊരു എഴുന്നേറ്റ് വർഷം സമയത്ത് ഇവിടെ വർഷിപ്പ് ലീഡ് ചെയ്തു. നമ്മളോട് കൈയടിക്കാനും സ്തോത്രം പറയാനും ഹല്ലേലൂയ പറയാനും ആരും പറയാതെ തന്നെ കൈയടിക്കും, സ്തോത്രം പറയും, ഹല്ലേലൂയ പറയും. ഇതൊക്കെ ഒന്ന് ഓർത്താൽ മതി, ഇതൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഹല്ലേലൂയ.
ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ചർച്ചിലെ കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ ഹോസ്പിറ്റൽ വിസിറ്റിംഗ് ഒക്കെ ഉണ്ട്, പ്രാക്ടിക്കൽ കൊടുക്കാൻ. ഇപ്പൊ കുറച്ച് നിയന്ത്രണങ്ങളുണ്ടെങ്കിലും സ്തോത്രം സന്ദർശിക്കാൻ എന്ന രീതിയിലൊക്കെ കൂടുതൽ കുരുത്തക്കേട് കാണിക്കുന്നവരെ കൊണ്ട് ഇറങ്ങാറുണ്ട്. ഞാൻ കൂടുതൽ വിളിച്ച് ശാസിക്കുകയോ വഴക്ക് പറയുകയോ എന്ന് പറയുകയൊന്നുമില്ല. ശാന്തമായിട്ട് ചില ബുദ്ധിപദേശങ്ങൾ കൊടുക്കും. പിന്നെ ഞാൻ പോകുന്ന കൂട്ടത്തിൽ ഇവരെ എൻ്റെ യാത്രയിൽ കൂടെ കൂട്ടും. മിക്കപ്പോഴും യാത്രകളൊക്കെയാണ്. അപ്പോൾ യാത്രയിൽ കൂടെ കൂട്ടും. വഴിനീളെ അറിയുന്ന നിരവധി ആളുകളെ കാണിച്ചു കൊടുക്കും. ആശുപത്രിയിൽ കയറി കിടക്കുന്നവരെ കാണിച്ചു കൊടുക്കും. കാല് മുഴുവൻ വലിയ കമ്പിയൊക്കെ ചുറ്റിക്കെട്ടി, ഒരു കാല് തെക്കോട്ടും ഒരു കാല് വടക്കോട്ടും പിടിച്ചു കെട്ടി, കണ്ടിട്ടില്ലേ മെഡിക്കൽ കോളേജിൽ കിടക്കുന്നത്? ശരീരം മുഴുവൻ ഇരുമ്പ് കഷ്ണങ്ങൾ കൊണ്ട് പൊതിഞ്ഞു കിടക്കുന്ന എത്ര ആളുകൾ. എൻ്റെ പൊന്ന മക്കളെ, എന്തൊക്കെ ഓർത്ത് തമ്പുരാനെ സ്തുതിക്കണം. നമ്മളെ ബൈക്കിങ്ങോട്ട് ഓടിച്ചു വന്നപ്പോൾ നമ്മളെ ചെത്തി വെട്ടിച്ചത് കൊണ്ടല്ല ഇന്നിവിടെ ഇരിക്കുന്നത്, തമ്പുരാൻ കാത്തത് കൊണ്ടാണ്. റൈഡിങ്ങിന്റെ മികവ് കൊണ്ടല്ല, തമ്പുരാന്റെ കൃപ കൊണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ഓർത്ത് കർത്താവിനെ സ്തുതിക്കാൻ പറ്റും. ദൈവം സമർപ്പിച്ച പോലെ എൻ്റെ പേര് ഷിബു മാറ്റി, എൻ്റെ സ്വദേശം റാന്നിയാണ്. ഇപ്പോൾ ചെമ്പൂരിൽ 12 കൊല്ലം കർത്താവിന്റെ പേര് ചെറിയ കൊച്ചു സഭയുണ്ട്. 500ഓളം ദൈവമക്കൾ ഒന്നിച്ചു കൂടി വരുന്ന കൊച്ചു സഭയുടെ പാസ്റ്ററാണ് ഞാൻ. ധാരാളം ദൈവമക്കളുണ്ട്. ഞങ്ങളുടെ യുവജന സംഘടനയുടെ സ്റ്റേറ്റ് പ്രസിഡന്റായിട്ട് കഴിഞ്ഞ കുറച്ചു കാലം കൊണ്ട് സേവനമനുഷ്ഠിക്കുക. 10 ചെറുപ്പക്കാർ എവിടെ കൂടുന്നു, ശിവപാസ്റ്റർ ഒന്ന് പ്രസംഗിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഓടി അവിടെ എത്തും. കാരണം എൻ്റെ നശിച്ച ഒരു കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടമുണ്ട്. ഉപദേശിക്കാൻ ആരുമില്ലാതെ, സംസാരിക്കാൻ ആരുമില്ലാതെ വഴി പിടിച്ചു പോയ ഒരു കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടം. അതുകൊണ്ട് യുവതികൾ എവിടെ കൂടുന്നു പറഞ്ഞാൽ ഞാൻ ഈ കാലഘട്ടങ്ങൾ ഓടിയെത്താറുണ്ട്. എന്നാലാവുന്ന എന്തെങ്കിലും 2 കാര്യങ്ങൾ കർത്താവിൽ നിന്ന് പ്രാപിച്ചത് പറയുമ്പോൾ ഒരാളിലെങ്കിലും ഒരു മാറ്റം വന്നാൽ അത് ഗുണകരമാകുമല്ലോ എന്ന് ചിന്തിച്ചാണ് സ്തോത്രം അങ്ങനെ ഓടുന്നത്. എനിക്ക് ഒരു ഭാര്യയും 2 പിള്ളേരും ഉണ്ട്. അങ്ങനെയുള്ളത് എനിക്കറിയാം. ഒരു ഭാര്യയുണ്ട്, 2 പിള്ളേരുണ്ട്. വൈഫ് ലിജി, മക്കൾ ഏബി മെഡിസിന് പഠിക്കുന്നു, മോനെ 8th പഠിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ കിളവനാണ് നിങ്ങളോട് ഇന്ന് പകൽ സംസാരിക്കാനായിട്ട് നിൽക്കുന്നത്. വലിയ വേറെ ആരെയും കിട്ടിയില്ലെന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നില്ലേ? ബില്ലിയുടെ കുറ്റമല്ല, പുള്ളി എവിടോ എന്നെ കുറിച്ച് കേട്ടെന്ന് പറയുന്നു അല്ലേ? അങ്ങനെ എവിടോ കേട്ടു, അങ്ങനെ വിളിച്ചേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ വന്നതാ. നമുക്ക് ഒരുമിച്ച് ഇന്ന് ദൈവദിനത്തിലൂടെ ചില കാര്യങ്ങൾ ധ്യാനിച്ച് ചിന്തിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞാനും രാവിലെ 12 ഫ്യൂണറൽ സർവീസിൽ പങ്കെടുത്തിട്ടാണ് വന്നത്. എൻ്റെ ഒരു സ്നേഹിതൻ 56 വയസ്സിൽ സിയോൺ സംഘം ചർച്ചിന്റെ ഒരു പാസ്റ്റർ സ്തോത്രം ജോൺ റോബർട്ട് നിത്യത്തിലേക്ക് ഞായറാഴ്ച വൈകുന്നേരം പ്രവേശിച്ചു. സഹായം ശുശ്രൂഷിച്ചു പോയ ദൈവമനുഷ്യൻ വൈകുന്നേരം ചെറിയൊരു അറ്റാക്ക് താൻ ഈ ലോകവാസം വെടിയുവാനിടയായി. 42 വയസ്സുള്ള മറ്റൊരു യൗവനക്കാരൻ സൗദിയിൽ ഒരു കൊച്ച അറ്റാക്ക് 2 മാസം ഓടി അവിടെ ഇരുന്നു. ഇന്ന് രാവിലെ വന്നു. ആ സംസ്കൃതം കഴിഞ്ഞു. ആ 2 ഫ്യൂണറൽ സർവീസുകൾ. മനുഷ്യൻ എത്ര നിസ്സാരത അല്ലേ? എത്ര നിസ്സാര. നിങ്ങളൊക്കെ ഇങ്ങനെ തലപ്പുറയിൽ വലിയൊരു മുഴ കിടപ്പുണ്ട്, ഇങ്ങനെ വളർന്നു വരിക, ട്യൂമർ അകത്തോട്ട് ഇങ്ങനെ വളർന്നു വരിക. ഡോക്ടർമാർക്ക് പറയുന്ന സർജറിയാണ്. ശരീരത്തിൽ 7ഓളം മുഴകളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഡോക്ടർമാർക്കിടയിൽ പറയും, ശിവ പാസ്റ്റർ ഇങ്ങനെ വെച്ചോണ്ട് നടക്കരുത്. സ്നേഹമുള്ള ഡോക്ടർമാർ പാസ്റ്ററിനെ വിളിക്കും. അല്ലാത്തവർ പറയും, സഹോദര ഇങ്ങനെ വെച്ചോണ്ട് നടക്കരുത്, സുഹൃത്തെ ഇങ്ങനെ വെച്ചോണ്ട് നടക്കരുത്. ഇതൊക്കെ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ്, നേരത്തെ ചികിത്സിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറയാറുണ്ട്. സ്തോത്രം. ചികിത്സ കൊണ്ട് എനിക്ക് വിരോധമില്ല, മരുന്നിനോട് വൈരാഗ്യമില്ല, അതൊക്കെ എടുക്കുന്ന ആളാണ് ഞാൻ. എന്നാൽ കർത്താവ് നൽകിയൊരു വെളിപ്പാടുണ്ട്, ദൈവം നൽകിയൊരു ദർശനമുണ്ട്. അതിലിങ്ങനെ കുറെ കാലം കൂടെ അങ്ങ് ജീവിക്കാവുന്നതാണ് എൻ്റെ ചിന്ത. അതിൽ കുറെ കൂടെ അങ്ങ് പോകാവുന്നതാണ് എൻ്റെ ചിന്ത. അപ്പൊ എൻ്റെ അനുഭവങ്ങളും ദൈവത്തിന് എന്നെ പഠിപ്പിച്ചതുമായ, ദൈവത്തിന് ഞാൻ പ്രാപിച്ചതുമായ കുറച്ച് കാര്യങ്ങൾ കുഞ്ഞുങ്ങളോടൊന്ന് ചേർന്ന് ചിന്തിച്ച് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ? 1 hour എനിക്ക് തന്നിട്ടുണ്ട്, അങ്ങനല്ലേ? ഓക്കെ, പ്രസംഗം തീർന്നാലും തീർന്നില്ലേലും 1 hour കഴിയുമ്പോൾ ഞാൻ നിർത്തും. അതാണ് എൻ്റെ രീതി. ഒരു സമയം പറഞ്ഞാൽ അതിനപ്പുറം അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. പണ്ടൊരു പാസ്റ്റർ പറഞ്ഞു 12 മണിയാകും. ഇപ്പോഴത്തെ സഭായോഗമല്ല, കോവിഡിനൊക്കെ മുമ്പുള്ള സഭായോഗം. ഞാൻ വചനത്തിന്റെ ഓഴങ്ങളിലേക്ക് ഇറങ്ങിയാണ് പറഞ്ഞു. 12 മണിയാകുമ്പോൾ വചനത്തിന്റെ ഓഴങ്ങളിലേക്ക് ഇറങ്ങി 12 മണിയാകുമ്പോൾ സഭായോഗം നടത്തണം. അപ്പൊ മുമ്പിലൊരു കുസൃതിക്കുട്ടം വിളിച്ചു പറഞ്ഞു, പാസ്റ്ററുകളെ എത്ര ആഴത്തിലോട്ട് ഇറങ്ങിക്കോ 12:30 ആകുമ്പോൾ തിരിച്ചു കയറിക്കോളൂ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ ഒത്തിരി ആഴങ്ങളിൽ ഇറങ്ങിയാലും എനിക്ക് തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ ഞാൻ തിരിച്ചു കയറിക്കൊള്ളാം. കുറെ ഇരിക്കുന്ന കുട്ടന്മാർ എന്നെ ശ്രദ്ധിക്കണം. ബാൽക്കണി ഇവിടെ നോക്കടാ ചക്കരെ, എന്നെ നോക്കടാ ചക്കരെ, കാണാൻ മോശമല്ലല്ലോ ഞാൻ, എന്നെ ശ്രദ്ധിക്കണം. വർദ്ധനം പറയരുത്. നിങ്ങളുടെ മൊബൈൽ ഫോണുകളൊക്കെ ഓഫ് ആക്കണം. കുറച്ച് സമയത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഇതിലേക്ക് തരണം എന്ന ഒരു ഹംബിൾ റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ദയവായിട്ട് ഇന്നൊരു ദിവസം കളഞ്ഞിരിക്കുന്നു. ഇവർക്ക് ശാപ്പാട് കൊടുക്കുന്നില്ലേ? ഞങ്ങൾക്ക് തന്നെ ശാപ്പാടെങ്കിലും ഞങ്ങൾക്ക് മുതലാക്കും. അതുകൊണ്ട്
നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധ അല്പസമയത്തേക്ക് ഞങ്ങൾക്ക് ആവശ്യമാണ്. സ്തോത്രം. ഇതിന്റെ സംഘാടകർ എന്താണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് അവർ പറഞ്ഞില്ലെങ്കിലും അവരുടെ ഇവിടുത്തെ വാക്കുകളിലൂടെ ഞാൻ അത് മനസ്സിലാക്കി. ബഹുമാനപ്പെട്ട ഭാഷ സംസാരിച്ചപ്പോൾ, ബില്ലി സംസാരിച്ചപ്പോഴൊക്കെ, കർത്താവിന്റെ ദാസൻ പാടിയപ്പോഴൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു, സ്തോത്രം, അവരെന്താണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. സ്തോത്രം. അതൊക്കെയാണ് എന്റെ ആഗ്രഹം. ഏതൊരു കർത്താവിന്റെ ദാസനെയും പോലെ യുവാക്കളിൽ നിന്ന്, യുവജനങ്ങളിൽ നിന്ന് അതൊക്കെ തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. ഇന്ന് പറയാം, ദൈവം നമ്മളെ കുറിച്ച് എന്താണ് പ്രതീക്ഷിക്കുന്നത്, ദൈവം നമ്മളെ കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്, അത് നമുക്ക് നോക്കാം, ചിന്തിക്കാം. ബൈബിളുണ്ടോ, നോട്ട് പാടുകളുണ്ടോ, പെണ്ണുണ്ടോ, ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോളാം. ഇനി ഇതുപോലെ മീറ്റിംഗ് വിളിക്കുമ്പോൾ ചെറിയ നോട്ട് പാട് വായിക്കണം. 2 രൂപയുടെ ഒരു പേനായി വാങ്ങി കൊടുക്കണം. 2 രൂപയുടെ ഒരു പേന, ഒരു നോട്ട് പാട്, ഒരു 10 രൂപ വിശേഷം കൊടുക്കണം. എന്തിനാണ് അവർ വില മനസ്സിലാക്കേണ്ടത്? കീറിക്കളയായിരിക്കും ഉള്ളവർക്കായി. സ്തോത്രം. ഒരു കുറച്ച് വാക്യം വായിച്ച് നമുക്ക് തുടങ്ങാം. മത്തായിയുടെ സുവിശേഷം, മാത്യൂസ് chapter 5 verse 48. മത്തായി 5:48. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്നതുപോലെ നിങ്ങളും സൽഗുണപൂർണ്ണരാകുവിൻ. മതി. വളരെ ലളിതമായ ഒരു വാക്യം, സിമ്പിൾ അല്ലേ? നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണ്ണരാകുവിൻ. ഇംഗ്ലീഷ് ബൈബിൾ ആരുടെ കയ്യിലുണ്ട്? ആരുടെയിലുണ്ട്? കൈവർത്തിക്ക് പ്ലീസ്. വായിച്ചു. 48. Therefore you ought to be perfect, as your heavenly Father is perfect. 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 ആ ഒരു പദം മാത്രം എടുക്കുക. സൽഗുണപൂർണ്ണ. നമ്മൾ അല്പസമയം ചിന്തിക്കുന്നത് സൽഗുണ. മലയാള ബൈബിളിൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും ആരാകുക? സൽഗുണപൂർണ്ണരാകുക. മലയാളത്തിൽ സൽഗുണപൂർണ്ണർ എന്നതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പദം പെർഫെക്റ്റ് എന്നാണ്. പെർഫെക്റ്റ് എന്താണ്? പെർഫെക്റ്റ്. പെർഫെക്റ്റ് എന്നതിന്റെ മലയാള പദം എന്താണ് നമുക്കറിയാം. തികഞ്ഞവർ അല്ലേ? പെർഫെക്റ്റ് എന്നതിന്റെ മലയാള പദം തികഞ്ഞവരെന്ന്. തികഞ്ഞവരെന്ന് അതിന്റെ ഒരു മൂലപദമുണ്ട്. ഞാൻ മൂല ഭാഷ പണ്ഡിതനൊന്നുമല്ല. അതിന്റെ മൂലപദം, സ്തോത്രം, സെമിനാറിൽ പഠിച്ചിട്ടുള്ളവർക്കറിയാം, തെലിയോസ് ആണ്. തെലിയോസ്. തെലിയോസ് എന്ന പദം കൊടുത്തിരിക്കുന്നത്. പെർഫെക്റ്റ്, സൽഗുണപൂർണ്ണർ, തികഞ്ഞവർ എന്നൊക്കെ അർത്ഥം വരുന്ന മൂലപദം തെലിയോസ് എന്ന്. തെലിയോസ്. എന്നാൽ തെലിയോസ് എന്ന വാക്കിന്റെ അർത്ഥം കുറച്ചുകൂടെ വിശാലമാണ്, കുറച്ചുകൂടെ വിശദമായി പറയേണ്ട ഒന്നാണ്. ആ വാക്കിന്റെ അർത്ഥം ഇതാണ്. തെലിയോസ് എന്ന വാക്കിന്റെ അർത്ഥം ഇതാണ്: ആയുസ് കൊണ്ടുള്ള ഉദ്ദേശം നടപ്പിലാക്കുക. ആയുസ് കൊണ്ടുള്ള ഉദ്ദേശം നടപ്പിലാക്കുക. ജന്മം കൊണ്ടുള്ള ഉദ്ദേശം നടപ്പിലാക്കുക. മനസ്സിലായോ? ജന്മം കൊണ്ടുള്ള, ആയുസ് കൊണ്ടുള്ള ഉദ്ദേശം നടപ്പിലാക്കുക. ഞാൻ ചോദിക്കുന്നു, എന്റെ കൊച്ചെ, നിനക്ക് നിന്റെ ആയുസ് കൊണ്ടുള്ള ഉദ്ദേശം അറിയാമോ? അറിയാമോളൂ? ചക്കര, എടാ, നിനക്ക് നിന്റെ ആയുസ് കൊണ്ടുള്ള ഉദ്ദേശം അറിയാമോ? ഈ ഭൂമിയിൽ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് അറിയാമോ? നമ്മൾ ചോദിക്കുന്നത് അറിയാമോ? മകളെ പുറകിൽ ഇരിക്കുന്നവരെ അറിയാമോ? നല്ല സുന്ദരന്മാരും സുന്ദരിമാരൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ആയുസ് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഞങ്ങളുടെ ചർച്ചയിൽ ഈ കല്യാണം കഴിയാൻ പോകുന്ന പിള്ളേർക്ക് ഞാനും മിസ്സും കൂടെ ഒരല്പസമയം ക്ലാസ് കൊടുക്കാം. നമ്മുടെ പെന്തക്കോസ്തിൽ ഈ പ്രീമാരിറ്റി കൗൺസിലിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവരെ വിളിച്ചിരുത്തി ഇച്ചിരി നേരം സംസാരിക്കും. നമ്മുടെ പിള്ളേർ നാളെ കോടതി വരാതെ നിൽക്കുകയും ഞങ്ങൾ രജിസ്റ്റർ ബുക്കും പൊക്കിക്കൊണ്ട് ഫാമിലി കോർട്ടിന്റെ വരാതെ കൊണ്ട് നടക്കുകയും ചെയ്യാതിരിക്കാനായിട്ട് അല്പസ്വല്പം പിള്ളേരുടെ ഞാനും എന്റെ മിസ്സസ് ഒക്കെ സംസാരിക്കാറുണ്ട്. അത് പച്ചയായിട്ട് സംസാരിക്കും. അപ്പൊ ഒരു ദിവസം എന്നോട് ഞങ്ങൾ ചോദിച്ചു, എന്തിനാ കൊച്ചെ കല്യാണം കഴിക്കുന്നത്? ഇപ്പൊ കൊച്ച അവൾക്ക് ഭയങ്കര നാണ്. അവളുടെ ചാത്തുകൊട്ടായി നിരത്തോട്ടൊക്കെ കാലൊക്കെ ഇട്ട് എന്റെ മിസ് പറഞ്ഞു, എടി കൊച്ച പറയട്ടെ, നീ എന്തിനാ കല്യാണം കഴിക്കുന്നത്? അത് പിന്നെ ആന്റി, അത് ഞാനെങ്ങനെ പറയുന്നത്? അപ്പൊ പുള്ളിക്കാരത്തെ വിട്ടില്ല. അത് പറഞ്ഞു, പറയടി, എന്തിനാ കല്യാണം കഴിക്കുന്നത്? അത് പിന്നെ പറയടി, അത് പിന്നെ നീ തലേ പിന്നെ ചൊറി പറ, എന്തിനാ കല്യാണം കഴിക്കും? അവള് പറഞ്ഞു, പിള്ളേരുണ്ടാകാൻ. അപ്പൊ എന്റെ മിസ്സസ് പറഞ്ഞു, പിള്ളേരുണ്ടാകാൻ കല്യാണം കഴിക്കണ്ട. അറിയില്ലേ? പിള്ളേരുണ്ടാകാൻ കല്യാണം കഴിക്കേണ്ട കാര്യമില്ല. ചോദ്യങ്ങൾ തിരിക്കരുത്. ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും,
അന്നേരം ഈ ചിരിക്കുന്ന മുഖം മാറും. 1500 മുട്ടനാടുകളെയും കുഞ്ഞാടുകളെയൊക്കെ നയിക്കുന്ന ഒരു പാസ്റ്റർ, പിന്നെ സെൻട്രൽ പാസ്റ്ററും കൂടെ. പിന്നെ പറയും നിങ്ങളുടെ മീഡിയം വെള്ളടാട്ട് സെൻട്രലിന്റെ സെൻട്രൽ പാസ്റ്റർ 10-22 ഉപദേശിമാരുണ്ട് എന്റെ കൂടെ. വിശ്വാസത്തിൽ പിന്നെ ഉപദേശിമാരെ നയിക്കുക എന്ന് പറഞ്ഞാൽ ഉപദേശിമാർക്ക് അറിയാം ഇത്ര പാടുള്ള കാര്യമാണ്. ശ്രദ്ധിച്ചേ, ആയുസ്സുള്ള ഉദ്ദേശം കല്യാണം കഴിക്കുന്നതിന് മക്കളുണ്ടാകാനോ? അല്ല, മക്കളുണ്ടാകാനേ അല്ല. അതിനൊക്കെ അപ്പുറത്ത് ദൈവം വെച്ചിരിക്കുന്ന വേറെ ചില പർപ്പസ് ഉണ്ട്. നമ്മുടെ ആയുസ് കൊണ്ട് തമ്പുരാനൊരു പർപ്പസ് ഉണ്ട്. നമ്മുടെ ജന്മം കൊണ്ട് ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്. കാഴ്ച നഷ്ടപ്പെട്ട കർത്താവിന്റെ അഭിഷേകത്തിനെ കുറിച്ചും ശബ്ദം പോയി തിരികെ കേട്ട് ഇന്നും ക്യാൻസർ സെല്ലുകൾ ശരീരത്തിലുണ്ടെന്ന് പറയുന്ന ശിവ പാസ്റ്ററെ കുറിച്ചും എന്നോടൊപ്പം വേദിയിലായിരിക്കുന്ന പാടുന്ന പ്രസംഗിക്കുന്ന അഭിഷക്തന്മാരെ കുറിച്ചും മുടി നരച്ചവരെ കുറിച്ചും നരയ്ക്കാത്തവരെ കുറിച്ചും ഇതിനകത്തിരിക്കുന്ന ചെറുത് മുതൽ വലുത് വരെ ഓരോന്നിനെ കുറിച്ചും ദൈവത്തിന് വ്യക്തമായ പർപ്പസ് ഉണ്ട്, ഉദ്ദേശമുണ്ട്. കഴിഞ്ഞ സ്ഥലം വെച്ച് പാസ്റ്റർകളെ പ്രേമിക്കാമോ? ഞാൻ നിങ്ങളോട് ഇതുപോലെ പറയുമ്പോൾ പ്രേമിക്കാം. നിങ്ങൾക്ക് പ്രേമിക്കാൻ ലൈസൻസ് വന്ന ആളാണ്. നിങ്ങൾക്ക് പ്രേമിക്കാം. സിനിമ കാണാമോ? സിനിമ കാണാം. തിയേറ്ററിൽ പോകാമോ? പിന്നെ ആരും പോകുന്നത്. ബീറടിക്കാമോ? അടിക്കും, ഇഷ്ടംപോലെ അടിച്ചു. നോ പ്രോബ്ലം. ഞാൻ നിങ്ങൾ പെർമിഷൻ തരിക. നിങ്ങളുടെ പാസ്റ്റർമാരല്ല കേട്ടോ, ഞാൻ പെർമിഷൻ തരിക. പക്ഷെ അവസാനം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും. അവിടെ കേട്ടിട്ട് വേണം ശുഭാസിങ്ങനെ. വലിയ ലോജിക്കൊന്നും ഇല്ലെങ്കിലും എന്നോട് ചോദിച്ച മോനോട് ഞാൻ പ്രകാരം പറഞ്ഞു, നീ ഒരു പിക്ചർ കാണാനിരിക്കുമ്പോൾ യേശുപ്പച്ചൻ നിന്നെ കൂടെ വന്നിരിക്കുമെങ്കിലും നിനക്ക് പ്രാർത്ഥിച്ച് തുടങ്ങി പ്രാർത്ഥിച്ച് ആശീർവാദം പറയാൻ പറ്റുന്ന ഒരു പിക്ചറാണ് നീ കാണുന്നത്, തീർച്ചയായിട്ടും കാണും. ഇനി ബിബ്ലിക്കലായിട്ടുള്ള ആൻസർ ഒന്നുമല്ല, എങ്കിലും എനിക്ക് തടി തപ്പാനായിട്ട് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ അന്നേരം പ്രാർത്ഥിച്ച് തുടങ്ങണം, പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞു, ആമേൻ പറഞ്ഞു. അങ്ങനെയുള്ള പിക്ചറുകളൊക്കെ എന്ത് ചെയ്യും? അപ്പൊ തന്നെ നിനക്ക് ബോധ്യം ഉണ്ടാകുന്ന യേശു നിന്നോടൊപ്പം വന്ന് ഇരിപ്പുണ്ടെന്ന്, യേശു നിന്നോടൊപ്പം വന്ന് ഇരിപ്പുണ്ടെന്ന് ബോധ്യം വരണം. ഗെയിം കളിക്കുമ്പോൾ എന്താ ഇപ്പൊ മറ്റേ PUBG ഒക്കെ പോയി ഫ്രീ ഫയർ ഫ്രീ ഫയർ ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുമ്പോ യേശുപ്പച്ചൻ കൂടെ ഉണ്ടെന്ന് ഉറപ്പുണ്ടായിരിക്കണം. കളി പ്രാർത്ഥിച്ചു തുടങ്ങണം. കളി പ്രാർത്ഥിച്ച് കോപ്പി അടിക്കാനായിട്ട് സംഭവങ്ങൾ കുന്തൊക്കെ അങ്ങോട്ട് എടുക്കുമ്പോ എക്സാമിന് കാണാതെ കുന്തൊക്കെ ഇങ്ങോട്ട് എടുത്തു വെക്കത്തില്ലേ കോപ്പി അടിക്കാനൊക്കെ പരീക്ഷകാലം. പ്രാർത്ഥിച്ചുകൊണ്ട് കോപ്പി അടിക്കാൻ പറ്റണം. പ്രാർത്ഥിച്ചുകൊണ്ട് കോപ്പി അടി. കർത്താവെ എനിക്ക് കോപ്പി അടിക്കാൻ കൃപ തരുന്നതിനായി സ്തോത്രം. ഈ എക്സാമിന് കാണരുത്. അടിച്ചു കഴിയുന്നുണ്ട് കർത്താവെ കോപ്പി അടിക്കാൻ എന്നെ സഹായിച്ചോണ്ട് സ്തോത്രം. പിടിക്കപ്പെടാതിനായി സ്തോത്രം. അങ്ങനെ സഹായിച്ചതിനായി നന്ദി പറയാൻ കഴിയണം. പറ്റും. എങ്കിൽ നിങ്ങൾ ഇതെല്ലാം ചെയ്തു. എങ്കിലെല്ലാം നമുക്ക് എതിർലിംഗത്തിൽപ്പെട്ടവരോട് ആകർഷണമൊക്കെ തോന്നും. ആണിന് പെണ്ണിനോട്, പെണ്ണിനോടൊരു ആണിനൊക്കെ എന്ത് ചെയ്യാം, ഒരു ആകർഷണം, ഒരു ഇഷ്ടമൊക്കെ തോന്നും. അങ്ങനെ ഇഷ്ടമൊന്നും തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ വേഗം നിങ്ങളുടെ അമ്മയോടോ പപ്പയോടോ പാസ്റ്ററിനോടോ പറയണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് പറയണം. ഏറ്റവും നല്ലൊരു ഫിസിഷ്യനെ, ഒരു നല്ല നല്ല അടുത്ത ചില ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, ഡോക്ടേഴ്സിനെ നിങ്ങൾ കാണണം, ചികിത്സയ്ക്ക് വിധേയരാകണം. പേടിക്കടാ. എന്നെ തന്നെ ഘോഷിക്കും. അവനെ കുറച്ച് ഇഷ്ടമായി. എന്റെ മോൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഒരു ദിവസം എന്റെ ഒരു പേപ്പർ കൂടെ തന്നു. എന്റെ പപ്പ ഇത് കണ്ടോ പപ്പ എയ്ച്ചിൽ തന്നാന്ന് പറഞ്ഞു. 4ാ പഠിക്കുന്നു. ഞാൻ എയ്ച്ചിലല്ല, അതെന്റെ ക്ലാസ്മേറ്റ് എന്ന് പറഞ്ഞു. എന്താ 8ലാണ്, 4ാം ക്ലാസ്സിൽ പോയി. ഞാൻ വായിച്ചു നോക്കി. ഏബൽ ഐ ലവ് യു ബൈ ഏഞ്ചൽ 100 ഉമ്മ. 4ാം ക്ലാസ്സിലാണ്. എന്റെ പൊന്നെ, ഞാൻ അത് എന്റെ ക്ലാസ്മേറ്റ് ആപ്പാ. അവൾ എന്നെ ഇടവും പറഞ്ഞു വിടത്തില്ല. ഞാൻ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരുമ്പോ ഞാൻ ചോദിച്ചു പെന്തക്കോസാണോടാ? അത് പെന്തക്കോസ്. അത് നീ എങ്ങനെ അറിയണം? ഞാൻ ചോദിച്ചു നീ ഏതാണ്? അവളെ പറഞ്ഞു പെന്തക്കോസാണ്. അപ്പൊ നീ അത്രയും വരെ കൊണ്ട് എത്തിച്ചല്ലേ? ഈ 4ാം ക്ലാസ്സിലാ. കൊച്ചു എട്ടിപ്പെടുത്തേക്ക ഐ ലവ് യു, പിന്നെ എഴുതിയേക്ക 100 വട്ടം ഉമ്മ. ഒരു ചെറിയ പിക്ചറൊക്കെ വരച്ച്. എന്റെ പൊന്നെ, ഇഷ്ടം തോന്നാം. ആണിന് പെണ്ണിനോട്, പെണ്ണിന് ആണിനോട് ഇഷ്ടം തോന്നണം. അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ എന്തോ ഫിസിക്കൽ പ്രോബ്ലം ഉണ്ടെന്നാണ്. പക്ഷേ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഇഷ്ടങ്ങളെയല്ല
കയറൂരി വിടുവാൻ അനുവദിക്കപ്പെടല്ല. നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഇഷ്ടങ്ങളെയെല്ലാം കയറൂരി അങ്ങോട്ട് വിടാൻ തുടങ്ങിയാൽ നമ്മളല്ലാതായി മാറും. വലിയ ആത്മീയ ഭാഷയൊന്നും പ്രയോഗിക്കാതെ ഏറ്റവും ലളിതമായ നാടൻ മലയാളത്തിൽ പറയുകയാണ്, നമ്മളല്ലാതെ മാറും. നമ്മൾ കൊള്ളരുതാത്തവരായി തീരും. ആർക്കൊക്കെ? നാടിനും വീടിനും സഭയ്ക്കും സമൂഹത്തിനും സ്കൂളിനും ക്യാമ്പസിനൊക്കെ നമ്മൾ കൊള്ളരുതാത്തവരായി മാറും. എന്ത് സംഭവിച്ചാൽ? നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം കയറൂരി വിടാൻ തുടങ്ങിയാൽ. എന്റെ ഇഷ്ടങ്ങളിലൊക്കെ കയറൂരി വിട്ട എന്റെ ഒരു ക്യാമ്പസ് കാലഘട്ടമുണ്ട്. ഭയങ്കരമായിട്ട് മുദ്രാവാക്യം കുളിച്ച് ഞങ്ങളിൽ നിന്ന് തൊട്ടെന്ന് എന്ന് പറയാൻ തുടങ്ങിയിട്ട് തുക്കുമരങ്ങളിൽ ഊഞ്ഞാലാടിയ ചോരച്ചാലുകൾ നീന്തി കയറിയ ധീരന്മാരുടെ പ്രസ്ഥാനം എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞ് ചുരുട്ടി അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞ് സാറേ എന്നൊക്കെ വിളിച്ച് സാറന്മാരെയും പോലീസുകാരെയൊക്കെ ചീത്ത വിളിച്ച് നടന്നൊരു കാലഘട്ടം. അത്രയേ ഉള്ളൂ ഞാൻ കാണിച്ച ഭക്ഷണത്തെ. വേറെ ഒന്നും കാണിച്ചിട്ടില്ല. വലിച്ചിട്ടില്ല, കുടിച്ചിട്ടില്ല, വേറെ വൃത്തികളൊന്നുമില്ല. ആ കുടിച്ചിട്ട് രാഷ്ട്രീയം പിടിച്ചതേക്കുള്ളൂ. പക്ഷെ അത് മതിയായിരുന്നു, ധാരാളമായിരുന്നു. എന്നാൽ ഒരു കർത്താവിന്റെ ദാസന്മാർ ഒരിക്കൽ സംസാരിക്കാൻ അവസരം നേടിയിരുന്നു. അദ്ദേഹം എന്നോട് ഒത്തിരി സുവിശേഷവും ഉപദേശവും ഒന്നും പറഞ്ഞില്ല. ഒന്ന് രണ്ട് തന്റെ എക്സ്പീരിയൻസുകൾ എന്നോട് ഷെയർ ചെയ്തു, അനുഭവങ്ങൾ പങ്കുവച്ചു. എൻ്റെ മമ്മയുടെ, എൻ്റെ പപ്പയുടെ സ്നേഹത്തെ കുറിച്ച് എനിക്കൊന്ന് മനസ്സിലാക്കി തന്നു. ഞാൻ പോകുന്ന വഴികൾ അങ്ങനെ തന്നെ പോയി കാണാൻ അവർ ആഗ്രഹിക്കുന്നു എന്ന് മോനൊന്ന് ചിന്തിക്കാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അന്ന് ആ ദിവസം എൻ്റെ വഴികൾക്ക് ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. അതുകൊണ്ട് ഒറ്റക്കത്തി കൊണ്ട് 3 പേരെ കുത്തി ആ കത്തി വലിച്ചെറിഞ്ഞപ്പോൾ 6 പേർക്ക് പരിക്കേറ്റെന്ന് പറയത്തക്ക സാക്ഷ്യങ്ങളൊന്നും എൻ്റെ പക്കലില്ല. പിന്നീടുള്ള കാലം മാതാപിതാക്കളെ അനുസരിച്ച് ജീവിച്ചു. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, നമ്മുടെ ആയുസ് കൊണ്ട്, ജന്മം കൊണ്ട് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കാത്തിടത്തോളം കാലം നമ്മുടെ ജന്മം വേസ്റ്റ് ആണ്, നമ്മുടെ ജീവിതം പാഴാണ്. നമ്മുടെ ജീവിതം പാഴാക്കി കളയരുത്, ആയുസ് പാഴാക്കി കളയരുത്. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കും. ആയുസ് പാഴാകാതിരിക്കാൻ, ജന്മം പാഴാകാതിരിക്കാൻ, ജീവിതം വേസ്റ്റ് ആകാതിരിക്കാൻ നാം അറിയേണ്ടത് എന്താണ്, ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ചെയ്യേണ്ടത് എന്താണ്? ഒന്ന് വേഗത്തിൽ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ദൈവകൃപ ശരണപ്പെടുകയാണ്. നിങ്ങളുടെ ആയുസ് കൊണ്ടുള്ള ഉദ്ദേശം നടപ്പിലാക്കാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടോ? ഉറക്കെ പറഞ്ഞ ചക്കരെ വായൊക്കെ വരും. ആയുസ് കൊണ്ടുള്ള ജീവിതം കൊണ്ടുള്ള ഉദ്ദേശം നടപ്പിലാക്കാൻ പ്ലാൻ ഉണ്ടോ? ആഗ്രഹമുണ്ടോ? ഐഡാസ് കണ്ടർ, ആ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഐഡാസ് കണ്ടർ കേട്ടിട്ടുണ്ടോ? ആരും കേട്ടിട്ടില്ല. എന്റെ ഓഡിയൻസ് ആരും കേട്ടില്ല. ഐഡാസ് കണ്ടർ പേര് കേട്ടിട്ടുണ്ടോ? അതാ ഫസ്റ്റ് നമ്മുടെ ആ ചാലയിൽ പച്ചക്കറി വിൽക്കുന്ന ചേച്ചി അല്ല, വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിന്റെ സ്ഥാപകയാണ്. വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിന്റെ സ്ഥാപകയാണ് ഐഡാസ് കണ്ടർ എന്ന ഇംഗ്ലീഷ് വനിത. ആതുര രംഗത്തെ ചരിത്രം തന്നെ ഇന്ത്യയിൽ മാറ്റിമറിച്ച ഒരു സ്ഥാപനമാണ് വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ്, CMC. ഒരു സാധു പെൺകുട്ടി, കോളേജ് വിദ്യാർത്ഥി, ഇന്ത്യയിൽ സുവിശേഷീകരണത്തിനായി വന്ന തന്റെ അപ്പനെ അവധിക്കാലത്തൊന്ന് സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ്. സന്ദർശിക്കാനായി വന്ന സമയത്ത് തന്റെ പപ്പ ഒരു ഡോക്ടറാണ്. അദ്ദേഹം കുഞ്ഞുങ്ങളെ ജനിക്കുവാൻ സഹായിക്കുന്ന കാഴ്ചകളൊക്കെ ഈ യുവതിയെ കണ്ടമാനം വിഷമിപ്പിച്ചു. അവധി ആഘോഷിക്കാൻ വന്നവൾ തിരികെ തന്റെ രാജ്യത്തിലേക്ക് പോയില്ല. തന്റെ അപ്പയുടെ കൂടെ നിന്നു, മെഡിസിൻ പഠനത്തിൽ ഏർപ്പെട്ടു. ഒരു കൊച്ചു ഓല ഷെഡിൽ ആരംഭിച്ച വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ഇന്ന് ലോകത്തെ നമ്പർ 1 ആതുരാലയമാണ്. വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലാണ് ഞാൻ MBBS ചെയ്തതെന്ന് ഒരാൾ പറഞ്ഞാൽ
മറ്റ് ചില ഡോക്ടേഴ്സൊക്കെ അവർക്ക് കൊടുക്കുന്ന ആദരവുകൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത്രത്തോളമാണ് അതിന്റെ പ്രൗഢി, അതിന്റെ യശസ്. ശ്രദ്ധിച്ചേ, ഒരൊറ്റ വനിത ചരിത്രത്തിൽ അവളുടെ ഒരു സിഗ്നേച്ചർ ഇട്ടു. ആർക്കും വായിക്കാൻ കഴിയാത്തൊരു കയ്യൊപ്പ്. എന്റെ കുഞ്ഞുങ്ങളോട്, എന്റെ മുമ്പിൽ ഇരിക്കുന്നവരോട് ഞാൻ ഇന്ന് മകൻ പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിൽ പ്രസിദ്ധരും ലോകത്തിൽ ഉന്നതരുമാകണം. ഇതിനകത്തിരിക്കുന്ന മാതാപിതാക്കളോട് ഞാൻ ഇങ്ങനെ പറയുന്നു, മാതാപിതാക്കൾ, അമ്മച്ചിമാർ, അപ്പച്ചന്മാർ എല്ലാം മക്കൾക്കും കൊച്ചുമക്കൾക്കുമായി പ്രാർത്ഥിക്കണം. കർത്താവേ, എന്റെ തലമുറ ക്രിസ്തുവിൽ പ്രസിദ്ധരും ലോകത്തിൽ ഉന്നതരുമാകണമെന്ന് പ്രാർത്ഥിക്കണം. ക്രിസ്തുവിൽ പ്രസിദ്ധരും ലോകത്തിൽ ഉന്നതരും. അങ്ങനെ പ്രാർത്ഥിക്കണം, അങ്ങനെ പ്രാർത്ഥിക്കണം, അങ്ങനെ പ്രാർത്ഥിക്കണം. ഭരണസ്ഥിര കേന്ദ്രങ്ങളിൽ ദാനിയേലുമാരുണ്ടാകണം, യോസഫുമാരുണ്ടാകണം, നെഹമ്യാവുമാരുണ്ടാകണം. അത് സംഭവിക്കണം, അത് നടക്കണം. ഹല്ലേലൂയ. അത് ആഴമായി പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അങ്ങനെ സംഭവിക്കണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ ജന്മം കൊണ്ടുള്ള, ആയുസ് കൊണ്ടുള്ള ഉദ്ദേശം മനസ്സിലാക്കണം, തിരിച്ചറിയണം. ഒന്ന് രണ്ട് എക്സാമ്പിൾ. ഇവർ ഈ സൂത്രമൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നോണ്ട് ലൈവ് പോയല്ലേ. ഓക്കെ, എക്സാമ്പിളൊക്കെ എങ്ങനെ കാണിക്കും? ഞാൻ ഇന്നിവിടെ പ്രസംഗിച്ചിട്ട് ഈ ഇങ്ങോട്ട് കയറി വരുന്ന റോഡിന്റെ വലത് സൈഡ് കാലുകൊണ്ട് ഇങ്ങനെ തപ്പിപ്പറക്കി കരിയിലുകളും ചപ്പിയോടുകളൊക്കെ മാറ്റി നോക്കുക. ആർക്ക് കണ്ടാലും മനസ്സിലാകെ എന്തോ വിലപിടിപ്പുള്ള സാധനം എന്റെ കൈമോശം വന്ന് നഷ്ടപ്പെട്ടു. അപ്പോ ആരെയും ഉദാഹരണം എടുക്കട്ടെ. ഈ മോൻ ഇങ്ങോട്ട് വന്നു, പാസ്റ്ററുകളെ എന്താ നഷ്ടപ്പെട്ടെ, പറ, എന്താ നഷ്ടപ്പെട്ടെ? ഞാനൊന്നും മിണ്ടിയില്ല. അങ്ങനെയാണല്ലോ ചിലർ. കൃപ പ്രാപിച്ചാൽ പിന്നെ ആരോടും മിണ്ടത്തില്ല. നിങ്ങളൊരു കണ്ടിട്ടില്ലേ? ആരോടും മിണ്ടത്തില്ല. അവന്റെ പണിക്ക് പോയി. ഇങ്ങേര് വെച്ച് നോക്ക്, എനിക്ക് എന്നാ ചെയ്തോ? പക്ഷെ വൈകുന്നേരം തിരികെ ഞാൻ റോഡിന്റെ മറു സൈഡ്, ഇടത് സൈഡ് പിടിച്ച് നോക്കുകയാണ്. അദ്ദേഹം ഓടി വന്ന് പാസ്റ്ററുകളോട് പറഞ്ഞു, പാസ്റ്ററുകളെ ഇന്ന് പ്രസംഗിക്കാൻ വന്ന പുള്ളിക്കാരൻ, ഇന്നലെ വന്ന പുള്ളി, രാവിലെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡ് തപ്പുകയായിരുന്നു, ഇപ്പൊ ഞാൻ വരുമ്പോൾ ലെഫ്റ്റ് സൈഡ് തപ്പിക്കൊണ്ടിരിക്കുന്നു, എന്താ നോക്കുന്നു ചോദിച്ചിട്ട് പറയുന്നില്ല. പാസ്റ്ററുകൾ ഓടി വന്നു. അദ്ദേഹം എന്റെ തോളത്തൊക്കെ പിടിച്ചൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് പറഞ്ഞു, പാസ്റ്റർ, എന്താണ് നഷ്ടപ്പെട്ടത്? എന്താണ് താങ്കൾ തേടുന്നത്? ഒന്നു പറഞ്ഞാലും. ഞാൻ വളരെ ദയനീയമായി അറുമാടിനെ പോലെ പാസ്റ്റർ മുഖത്തേക്ക് ദയനീയമായി ഒന്ന് നോക്കി. എന്നിട്ട് ഞാൻ പറയുകയല്ലേ, എനിക്ക് അത്രയും ഇങ്ങോട്ട് വരത്തില്ലെങ്കിലും പാസ്റ്റർ ചോദിച്ചു, എന്താ നഷ്ടപ്പെട്ട പാസ്റ്ററെ? ഞാനിവിടെ നോക്കാം, തേടാം, ഒന്ന് പറഞ്ഞേ. ഉടനെ ഞാൻ കാണിക്കുന്ന ആംഗ്യം ഇങ്ങനെയാണെങ്കിൽ, എങ്ങനെയാണെങ്കിൽ ഇങ്ങനെ, എങ്ങനെ, ഇങ്ങനെ. കോട്ടുവാ വിടുന്ന അത്രയും വാ വിളിച്ചു. എന്നിട്ട് കൈയെടുത്ത് കാണിച്ചു. നിങ്ങൾ ന്യായമായി ചിറ്റാഴെ കൂടിയിരിക്കുന്ന ആളുകൾ ന്യായമായി എന്നെ കുറിച്ച് എന്താ ചിന്തിക്കും? ലേശം ലൂസായി ഒന്നീ പേരുണ്ട് അല്ലെ ശാസ്ത്രമംഗലത്ത് എത്രയും പെട്ടെന്ന് കൊണ്ടുവന്നാൽ രക്ഷപ്പെടും. എന്നാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നോക്കുകയാണ്. പക്ഷെ എന്താ നോക്കിയെന്ന് ചോദിച്ചപ്പോ ഇവിടെ ഭയങ്കര കയ്യടിയാണ്. അഭിഷേകം, ചലനം വരുത്തും, മാറ്റം വരുത്തും, രൂപാന്തരം വരുത്തും, ശുപാസ് എന്ന് പറയുക, ആയുസുണ്ട്, ഉദ്ദേശമുണ്ട്. ഇതെല്ലാം കഴിയുമ്പോൾ അങ്ങോട്ട് ഇറങ്ങിയപ്പോ ചോദിക്കുകയാണ്, ഇന്നത്തെ മീറ്റിംഗ് എന്തുവായിരുന്നു? ഏതാണ്ടൊക്കെ ഇവിടെ കേരളത്തിൽ വരും. അങ്ങനെയാണ് ഇതിനോടൊരു പ്രയോജനം ഇല്ല. ബൈബിൾ വായിച്ചപ്പോഴുള്ള എന്തിനാ പോലെ വായിച്ചേ? വായിച്ചില്ല, ചോറ് തരത്തിൽ നമ്മ പറഞ്ഞു, അവിടെ ഞാൻ വായിച്ചു. നേരം വെളുപ്പോടെ ഏതാണ്ടൊരു സാധനം വായിച്ചിട്ട് ചോദിച്ചു, ഇന്നാരുടെ ആരാണ്? സീതയെന്ന്. അപ്പൊ പറഞ്ഞു, പെങ്ങളാണ്. നേരം വെളുപ്പോൾ രാമായണം വായിച്ചിട്ട് രാമന്റെ ആരാ സീത ചോദിച്ചു എന്ന് പറഞ്ഞു. എന്തിനാ ബൈബിൾ വായിക്കുന്നേ? എന്തിനാ പാടുന്നേ? എന്തിനാ പ്രാർത്ഥിക്കുന്നേ? എന്തിനാ ആരാധിക്കുന്നേ? നിങ്ങൾ എന്തിനാ സ്കൂളിൽ പോകുന്നേ? നിങ്ങൾ എന്തിനാ പഠിക്കുന്നേ? നിങ്ങൾ എന്തിനാ ചർച്ചിൽ വരുന്നേ? നിങ്ങൾ എന്തിനാ യുവജന മീറ്റിംഗിൽ പങ്കെടുക്കുന്നേ? ഇന്ന് പകലിവിടെ വന്നിരിക്കുന്നത് എന്തിനാ? ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് എന്തിനാ? വേറെ പണിയില്ലേ? തിന്നിട്ട് സുഖമായിട്ട് ഉറങ്ങത്തില്ലേ? ഹലോ, എല്ലാറ്റിന്റെയും പിന്നിൽ വ്യക്തമായ ഒരു ലക്ഷ്യം നമുക്കുണ്ടാകണം. ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത്, എന്നെ കേൾക്കുന്ന പ്രിയരെ, ലക്ഷ്യം, അതിനെക്കുറിച്ചുള്ള ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. ആയുസ് കൊണ്ടുള്ള, ജന്മം കൊണ്ടുള്ള ഉദ്ദേശം നിവർത്തീകരിക്കപ്പെടണമെങ്കിൽ
ആയുസ് കൊണ്ടുള്ള ജന്മം കൊണ്ടുള്ള ഉദ്ദേശം നിവർത്തീകരിക്കപ്പെടണമെങ്കിൽ നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം, അതിനെക്കുറിച്ച് ഒരു ഉറപ്പുണ്ടായിരിക്കണം. നമ്മുടെയൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്, അമ്മമാരുടെ കയ്യിൽ ഇണങ്ങിക്കിടക്കുന്ന ഒരു സാധനമാണ് ചട്ടുകൾ. കേട്ടിട്ടുണ്ടോ മക്കളെ? എവിടെ? കഴിഞ്ഞ ദിവസം എന്റെ മോനോട് പറഞ്ഞടാ ആ പുട്ടുകൂടം എടുത്തോണ്ട് വരാൻ പറഞ്ഞു. പുട്ടുകൂടം 8ാം ക്ലാസ്സുകാരൻ പുട്ടുകൂടം എടുത്തോണ്ട് പോകാന്ന് പറഞ്ഞു. അവൻ അടുക്കളയിലോട് ചെന്നിട്ട് ആ കുറ്റി എടുത്തോണ്ട് പോകും. കുറ്റി. ഞാൻ പറഞ്ഞു മോനെ എന്റെ പേര് പുട്ടുകുറ്റി എന്നാണ്. കുടമെന്ന് പറയുന്നത് വെള്ളം വെക്കാൻ അടി വെച്ചിരിക്കുന്ന. അപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊന്നും അറിയത്തില്ല. എവിടെ മുമ്പിൽ വരുമ്പോൾ അടിക്കാനല്ലാതെ KFC, ചിക്കിങ്, പിസ്സ, അല്ലേ, സാൻഡ്വിച്ചുകൾ, ഇതൊക്കെ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയത്തുള്ളൂ. ഇവരുടെ സാധനങ്ങളൊന്നും അറിയത്തില്ല. സ്റ്റീം കേക്ക് എന്ന് പറഞ്ഞ പിള്ളേർക്കൊന്നും പിടികിട്ടത്തില്ല. അപ്പം ചട്ടുകൾ അമ്മമാരുടെ കയ്യിൽ ഒരു സാധനം. അവരതോടെ ദോശ തിരിച്ചിടും, മീൻ പൊരിക്കുമ്പോൾ മറിച്ചിടും. കണ്ടിട്ടില്ലേ? ഓംലെറ്റ് തിരിച്ചും മറിച്ചും ഒക്കെ അടിക്കും. ഈ ചട്ടുകത്തിന് വല്ല പർപ്പസ് ഉണ്ടോ? ചട്ടുകത്തിന് ഒരു പർപ്പസും ഇല്ല. അത് ഉപയോഗിക്കുന്ന ആളിന്റെ കയ്യിലെ ഉദ്ദേശത്തിനനുസരിച്ച് അത് വഴങ്ങിക്കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ചട്ടുകത്തിന് ഒരു പർപ്പസ് ഇല്ല. അത് പാസ്റ്ററിന് വേണേ എടുത്ത് ദോശ മറിച്ചിടാം, എനിക്കെടുത്ത് മീൻ തിരിച്ചിടാം, ആ മോനെടുത്ത് ഓംലെറ്റ് മറിച്ചിട്ട് കീറാം. അതിന് വേറെ ഉദ്ദേശമൊന്നുമില്ല. മനസ്സിലാകുമോ ഞാൻ പറയുന്നത്? നമുക്ക് സ്വന്തമായ ഒരു ലക്ഷ്യമില്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിലെ ചട്ടുകങ്ങൾ മാത്രമായി നമ്മൾ മാറും. മനസ്സിലായില്ല? സ്വന്തമായ ലക്ഷ്യങ്ങളില്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിലെ ചട്ടുകങ്ങളായി മാറും. ഞാൻ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് എന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്, ഓർഗനൈസേഷന്റെ ഭാഗമാണ്. എനിക്ക് സുവിശേഷീകരണത്തിൽ എന്റേതായ ഒരു ലക്ഷ്യമില്ലെങ്കിൽ, ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു ലക്ഷ്യമില്ലെങ്കിൽ, എന്റെ പ്രസ്ഥാനത്തിന്റെ കയ്യിലെ ഒരു ചട്ടുകമായിരിക്കും ഞാൻ. ഞങ്ങളുടെ യുവജന പ്രസ്ഥാനത്തിന്റെ കേരളത്തിന്റെ ലീഡറാണ് ഞാൻ. എനിക്ക് യുവജനങ്ങളെ കുറിച്ചൊരു ലക്ഷ്യമുണ്ട്, ഉദ്ദേശമുണ്ട്. ഞാനായിരിക്കുന്ന കാര്യങ്ങൾ അവരെ എങ്ങനെ വാർത്തെടുക്കണമെന്ന്. അങ്ങനെ ഒരു ഉദ്ദേശമില്ലാതെ ഒരു പോസ്റ്റും വഹിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുകയാണെങ്കിൽ എന്റെ കീഴിലാക്കി വെച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തു പ്രയോജനം? നിങ്ങൾക്ക് സ്വന്തമായ ഒരു ലക്ഷ്യമില്ലെങ്കിൽ മമ്മിയുടെ പപ്പയുടെ കയ്യിലെ ചട്ടുകങ്ങളായിരിക്കും, പാസ്റ്റർമാരുടെ കയ്യിലെ ചട്ടുകങ്ങളായിരിക്കും. സഭയിൽ വരുമ്പോൾ, സ്കൂളിൽ പോകുമ്പോൾ അധ്യാപകരുടെ കയ്യിലെ ചട്ടുകങ്ങൾ, വീട്ടിൽ വരുമ്പോൾ അമ്മയുടെ കയ്യിലുള്ളവരാണ്. ഒന്നുകൂടെ ഇച്ചിരി തിരിച്ചറിവ് പ്രാപിച്ച മക്കൾ അറിയണം, മുതിർന്നവർ അറിയണം, നമ്മുടെ കേട്ടി വന്നവരല്ല ഞാനും നിങ്ങളും. ദൈവത്തിന്റെ വ്യക്തമായ പ്ലാനോടെ, വ്യക്തമായ നിർണയത്തോടെ ഭൂമിയിൽ നമ്മുടെ മാതാപിതാക്കളാൽ ജനിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. വ്യക്തമായ ഉദ്ദേശം നമ്മുടെ മേൽ മുദ്രയടിച്ച തമ്പുരാനിനോട് വിട്ടിരിക്കുന്നത്. നമ്മുടെ ആയുസ്സിൽ ആ ഉദ്ദേശം തിരിച്ച് നാം എപ്പോൾ അറിയുമോ അപ്പോഴാണ് നമ്മുടെ ജീവിതം സക്സസ് ആയി മാറുന്നത്. ഒരുവൻ വിജയിച്ചോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അവന്റെ പണം നോക്കിയല്ല, ആസ്തി നോക്കിയല്ല, വിദ്യാഭ്യാസം നോക്കിയല്ല, അവന്റെ എത്രയോ സമ്പന്നന്മാർ നിരാശരായിരിക്കും കണ്ടിട്ടുണ്ട്. എത്രയോ ദരിദ്രന്മാർ വളരെ സന്തോഷത്തോടായിരിക്കും ഞാൻ കണ്ടിട്ടുണ്ട്. ഹലോ, എനിക്ക് എന്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമായിരുന്നു. ഞാൻ മരിക്കുമ്പോൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ വിശ്വാസത്തിൽ കൊണ്ടുവന്ന 5-8 പേരായിരിക്കണം എന്റെ പെട്ടി ചുമക്കുന്നത്. എന്റെ ആഗ്രഹം. പിന്നെ ഞങ്ങളുടെ നാട്ടിലെ സംസ്കാരമൊക്കെ അനുസരിച്ച് അമ്മാച്ചന്റെ, കൊച്ചപ്പന്റെ, ചിറ്റപ്പന്റെ മക്കളൊന്നും ആയിരിക്കരുത്. ഞാൻ വിശ്വാസത്തിൽ കൊണ്ടുവന്ന കുറച്ചു പേരായിരിക്കണം, ജനിപ്പിച്ച എന്റെ ആത്മീയ സന്തതിയായിരിക്കണം എന്റെ പെട്ടി ചുമക്കുന്നത്. എന്റെ ആഗ്രഹം. പിന്നെ ഇന്ന് കുറച്ചധികം ചെറുപ്പക്കാരെ കർത്താവിന്റെ വേലയിൽ പലയിടങ്ങളിലായി ആക്കി വെക്കുവാൻ, ക്രിസ്തുവിൽ ജനിപ്പിക്കുവാൻ ഈ എളിയവന് തമ്പുരാന്റെ ഭാഗ്യം തന്നിട്ടുണ്ട്. എനിക്കതിൽ അതിയായ സന്തോഷമുണ്ട്, എനിക്കതിൽ അതിയായ ആനന്ദമുണ്ട്. ഞാൻ തൃപ്തനല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ എന്റെ പിന്നീട് പറയുന്നു, കാലത്തിന് മുൻപേ സഞ്ചരിക്കുന്നവരായിരിക്കണം ഞാൻ നിങ്ങളോ. കാലത്തോടു കൂടെ സഞ്ചരിക്കുന്നവരല്ല, കാലത്തിന് മുൻപേ സഞ്ചരിക്കുന്നവർ, സമയത്തിന് മുൻപേ സഞ്ചരിക്കുന്നവർ. എല്ലാം വിശദീകരിക്കാൻ മുമ്പിൽ സമയം അനുവദിക്കപ്പെടുന്നില്ല. എങ്കിലും
കുറച്ച് കാര്യങ്ങൾ വേഗത്തിൽ പറയാം. ആയുസ് കൊണ്ടുള്ള, ജന്മം കൊണ്ടുള്ള ആ ദൈവിക ഉദ്ദേശങ്ങൾ നടപ്പിൽ വരുത്തുവാൻ ലക്ഷ്യത്തെ കുറിച്ചുള്ള വ്യക്തമായ ഉറപ്പ് നമുക്കുണ്ടാകട്ടെ. അമ്മ പറയുന്നത് ടീച്ചറാകാൻ, പപ്പ പറയുന്നത് ഡോക്ടറാകാൻ, വേറെ പറയുന്നത് എഞ്ചിനീയർ ആകാൻ. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഞാൻ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും ബൈബിൾ വായിക്കുക, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. യേശുവചൻ നിങ്ങളോട് പറയും നിങ്ങൾ എന്താകണം, എങ്ങനെയാകണമെന്ന്. ഹലോ, ഞാൻ പറഞ്ഞ 9 വയസ്സുകാരൻ ജോയൽ മോന്റെ കഥയുണ്ട്. എത്ര ഒരു 9 വയസ്സുകാരൻ ഇഹലോകവാസം പഠിക്കും. ആയിരക്കണക്കിന് വേദികൾ ഞാൻ പറഞ്ഞുള്ള ഒരു സംഭവം. ഇന്ന് ഞാൻ എടുത്ത വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒന്ന് സൂചിപ്പിച്ചിടുന്നു മാത്രം, ഷോർട്ടായിട്ട്. 9ാമത്തെ വയസ്സിലെ ലുക്കീമിയ ബാധിച്ചവൻ RCC അന്ത്യശ്വാസം വലിച്ചത്. ക്രിസ്തീയ പശ്ചാത്തലത്തിൽ നിന്ന് അല്ലാതെ വന്ന ഒരു കുഞ്ഞ്. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ സഹായകത്തിൽ വരെ മൊബൈൽ തോണ്ടി ഇരിക്കുമ്പോ, തോണ്ടി അത് ഞങ്ങളുടെ ഒരു വാക്ക. 9 വയസ്സുകാരൻ, അവന്റെ 5ാമത്തെ വയസ്സിൽ 8 മാസം പ്രായമുള്ളവന്റെ കുഞ്ഞ് അനുജത്തിന്റെ സൗഖ്യ നിമിത്തം ചർച്ചിലേക്ക് വന്നത്. 7ാമത്തെ വയസ്സ് മുതൽ അവൻ ചർച്ചിൽ 5-10 മിനിറ്റ് പ്രസംഗിക്കാൻ തുടങ്ങി. അന്നത്തെ ആ സഭയിലെ 65 വയസ്സുള്ള പാസ്റ്റർ ഈ കുഞ്ഞിന് അല്പ സമയം കൊടുക്കും. അവന്റെ ചൊടിയും ചുണയും കണ്ട് അവൻ സൺഡേ സ്കൂളിൽ 1ാമൻ, യുവജന മീറ്റിംഗിൽ 1ാമൻ. അവന്റെ അമ്മ അവനെ ബൈബിൾ നന്നായി പഠിപ്പിച്ചു. അവന്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നു അവൻ എന്ത് കൊടുക്കണമെന്ന്. എന്റെ അപ്പന്മാരെ നമുക്കറിയാമോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് കൊടുക്കണമെന്ന്? ആലയത്തിലേക്ക് വിട്ട ശമൂവേലിന് വർഷം തോറും അമ്മ ഹന്ന ഒരു പൊതി കൊണ്ട് കൊടുക്കുമായിരുന്നു. കെൻഡക്കി ചിക്കൻ അല്ല, ഷവായി ഷവർമായി ഒന്നുമല്ല, അൽഫാം, തന്തൂരി, ഇതൊന്നുമല്ല, പഞ്ഞിനൂല് കൊണ്ടുള്ള ഒരു അങ്കി. ആലയത്തിലേക്ക് വിട്ട കുഞ്ഞിന് എന്താ കൊടുക്കേണ്ടതെന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നു. നമ്മുടെ മക്കൾക്ക് എന്ത് കൊടുത്തു നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ കൊടുക്കേണ്ടത് കൊടുക്കാതെ വേണ്ടാത്തത് കൊടുക്കരുത്. നമ്മുടെ മക്കളെ വളരാൻ വിടല് വളർത്തണം. എങ്കിൽ അവരെ ആയുസ് കൊണ്ടുള്ള ഉദ്ദേശം എന്ത് ചെയ്യും? ഈ അമ്മ സൗമ്യ മോനെ നന്നായി വളർത്തി തന്റെ കുഞ്ഞിനെ കിട്ടിയ, മോൾക്ക് കിട്ടിയ സൗഖ്യം അവളെ ആലയം വിട്ട് പിരിയാതെ ആ ആലയവുമായി ബന്ധിപ്പിച്ചു. അവർ ആയിരുന്നു വിശ്വാസ പശ്ചാത്തലം വിട്ട് അവർ ക്രൈസ്തവ പശ്ചാത്തലത്തിലേക്ക് വന്നു, പെന്തക്കോസ്ത് ആരാധനയിലേക്ക് വന്നു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ജോയൽ മോൻ 9 വയസ്സുള്ളപ്പോൾ അവന് പനി കണ്ടു തുടങ്ങിയത്. അവന്റെ പഴയ പേര് വിഷ്ണു എന്നായിരുന്നു. കാസ്റ്റങ്ങളിൽ ചർച്ചയിൽ വന്ന് 1 വർഷം കഴിഞ്ഞ് അവന്റെ പേര് മാറ്റി, ജോയൽ എന്നാക്കി. വൈഷ്ണവിയെ ജോനായി എന്ന് വിളിക്കാൻ തുടങ്ങി. 2 കുഞ്ഞുങ്ങളും ആക്റ്റീവായി ചർച്ചയിൽ വരാൻ തുടങ്ങി. 9 വയസ്സുള്ളപ്പോൾ 38 ദിവസം ഞങ്ങളുടെ മേഖലയിലെ ഒരു മെഡിക്കൽ കോളേജിൽ അവൻ പനിയായിട്ട് കിടന്നു. രോഗം കണ്ടുപിടിച്ചില്ല. SIT-യിലേക്ക് വന്നു, രോഗം കണ്ടുപിടിച്ചു, ലുക്കീമിയ. അവിടുന്ന് RCC-യിലേക്ക് റെഫർ ചെയ്തു. RCC-യിൽ പ്രവേശിപ്പിച്ചതിന് 7ാം ദിവസം കുഞ്ഞു ജോയെ എന്നേക്കുമായി കണ്ണുകൾ അടച്ചു പോയി. 9ാമത്തെ വയസ്സ്. ശ്യാമത്തെ സംഭവം ഞാൻ പറയാൻ പറ്റുന്നത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയണം. ഭയങ്കര സംഭവം. ആ ഒരൊറ്റ സാക്ഷ്യം എത്ര പേരെ സ്ഥാനത്തിലേക്ക് നടത്തിയെന്നറിയാമോ? ആ ഒരൊറ്റ സാക്ഷ്യം എത്ര കുഞ്ഞുങ്ങളെ സുവിശേഷകരെ ഒരുക്കിയെന്നറിയാമോ? നേതാവിൽ നടന്ന ഞങ്ങളുടെ യുവജന മീറ്റിംഗ്, 1800ഓളം കുഞ്ഞുങ്ങൾ പങ്കെടുത്ത ഞങ്ങളുടെ സംഘടനയുടെ യുവജന മീറ്റിംഗ്, അതിൽ അന്നുണ്ടായിരുന്ന 260-ലധികം കുഞ്ഞുങ്ങൾ സുവിശേഷകരേക്ക് സമർപ്പിച്ചു. ഈ ഒരൊറ്റ സാക്ഷ്യം എത്ര പിന്മാറ്റക്കാരെ മടക്കി വരുത്തിയിട്ടുണ്ടെന്ന് അറിയാമോ? ഇത് പ്രസംഗിക്കുന്ന എന്റെ ജീവിതത്തിൽ അതുവരെ രൂപാന്തരം എന്തുമാത്രമെന്നറിയാമോ? അവന്റെ പപ്പ, അവന്റെ മമ്മ, അവന്റെ കുഞ്ഞനുജത്തി പാസ്റ്ററിൽ കിടക്കരികിൽ നിൽക്കുകയും അവസാനം എല്ലാവരും കയറി കാണാൻ അനുവാദം കൊടുത്തു. അവനെ ഘടിപ്പിച്ചിരുന്ന എല്ലാ സംഗതികളും ഊരി മാറ്റി. അവനവന്റെ കുഞ്ഞനുജത്തിയെ വിളിച്ചു. സ്തോത്രം. അടുത്തുവാ. നമ്മുടെ തിരുവനന്തപുരം ഭാഷ പറഞ്ഞു ഉമ്മന്ത. അവൾ എത്തി വലിഞ്ഞ് തന്റെ ചേട്ടായി ഉമ്മ കൊടുത്തു. അവന് തിരിച്ചൊരു ഉമ്മ കൊടുത്തു. അവൾക്ക് കൈ ഉയർത്തി ടാറ്റ പറഞ്ഞു. അവന്റെ അമ്മയെ വിളിച്ചു. സൗമ്യ മോനെ വാരി പിടിച്ചു. അവൻ പറഞ്ഞു വേദനിക്കുന്നു. അവൾ തുരുതുരെ 2 കവളിലും മാറി മാറി ഉമ്മ കൊടുത്തു. അവൻ അവന്റെ അമ്മയുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. എന്നിട്ട്
പതിയെ താങ്ങി കിടന്നപ്പോൾ അവന്റെ അമ്മയ്ക്ക് ടാറ്റ കൊടുത്തു. അവന്റെ പാസ്റ്റങ്ങളെ വിളിച്ചു, പാസ്റ്റങ്ങൾ ഉമ്മ കൊടുത്തു, പാസ്റ്റങ്ങൾ തിരിച്ചു ഉമ്മ കൊടുത്തു, ടാറ്റ കൊടുത്തു. അവന്റെ പപ്പ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുക. പുള്ളി രക്ഷിക്കപ്പെട്ട ആളല്ല. അദ്ദേഹത്തെ അവൻ അരികെ വിളിച്ചു, പപ്പ. അവന്റെ പപ്പ പോയി കട്ടിലിനരികിൽ ഇരിക്കുമ്പോൾ അവൻ പറഞ്ഞു, എന്റെ കയ്യിലൊന്ന് പിടിച്ചേ സുരേഷ്. അതാ അദ്ദേഹത്തിന്റെ അവന്റെ പപ്പയുടെ പേര്, ഒറിജിനൽ പേരാ. അവന്റെ കയ്യിൽ കയറി ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ, വലങ്കയിൽ പിടിച്ചിരിക്കുമ്പോൾ ജോയൽ മോൻ എന്ന 9 വയസ്സുകാരൻ ഇങ്ങനെ പറഞ്ഞു, പപ്പ ജോയൽ മോൻ പോവാ. ജോയൽ മോൻ പോകുന്ന ഇടത്ത് നമ്മുടെ ജോനായി വരും, മമ്മ വരും, പാസ്റ്റങ്ങൾ വരും. പക്ഷെ എന്റെ അപ്പായെ എനിക്ക് ഇനി കാണാൻ പറ്റത്തില്ലല്ലോ. അവൻ രണ്ടാമത് പിന്നെ പറഞ്ഞു, പപ്പ ജോയൽ മോൻ പോവാ. ജോയൽ മോൻ പോകുന്ന ഇടത്ത് ജോനായി വരും, മമ്മ വരും, പാസ്റ്റങ്ങൾ വരും. എന്റെ അപ്പായെ എനിക്ക് ഇനി കാണാൻ പറ്റത്തില്ലല്ലോ. 3-ാം തവണ അത് ആവർത്തിക്കുമ്പോൾ അവന്റെ പപ്പയുടെ കൈ അവന്റെ വലങ്കയിൽ മുറുകെ പിടിച്ചിരിക്കുമ്പോൾ ആ കുഞ്ഞു കണ്ണുകൾ ആ വാക്കുകൾ പൂർത്തീകരിക്കും മുമ്പ് ഈ ഭൂമിയിൽ എന്നേക്കുമായി അടഞ്ഞു. കൂട്ട നിലവിളി ഉയർന്നു, ബഹളമായി, കരച്ചിലായി. കേവലം 9 വയസ്സുള്ളവന് മരണാനന്തരം എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമായിരുന്നു, എങ്ങോട്ടാ പോകുന്നതെന്നറിയാമായിരുന്നു, എങ്ങനെ ജീവിച്ചാൽ എങ്ങനെ ആയിരിക്കാമെന്ന് അറിയാമായിരുന്നു. ആമേൻ. ഇതിനകത്തിരിക്കുന്ന കൊച്ചു മക്കളോട്, നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളോട് ചോദിച്ച്, ജനിച്ചു വളർന്നു പെന്തക്കോസിനകത്തല്ലേ? നമ്മുടെ മക്കൾക്ക് അറിയാമോ? എന്തിനു മക്കളെ പറയുന്നു? താടിയും മുടിയൊക്കെ വളർന്ന് നമ്മുടെ മുഴുത്ത കുഞ്ഞുങ്ങൾക്ക് അറിയാമോ? ചോദിച്ചു നോക്ക്. നമ്മളെല്ലാരും കുറ്റം പറയാം. നമുക്ക് വിഷയം ജീൻസ് ഇടുന്നതാ, പാന്റ് ഇടുന്നതാ, മുടി വളർത്തുന്നതാ, അവൻ താടി വെക്കുന്നതാ. ഇതിനൊന്നും ഞാൻ അനുകൂലിക്കുകയല്ല. യോഗ്യമായി നടക്കണം എല്ലാവരും. പക്ഷേ പാസ്റ്റർമാരായ ഞങ്ങൾ ഇതിനെയൊക്കെ മുറുകെ പിടിക്കുമ്പോൾ യോഗ്യമായ വസ്ത്രങ്ങൾ ധരിക്കണം. വചനത്തിലും വചനം പഠിപ്പിക്കുന്ന ഉപദേശ വിഷയങ്ങളിലും നമ്മുടെ സഭയിലെ കുഞ്ഞുങ്ങൾ അജ്ഞരാണെന്നുള്ളത് ദുഃഖകരമായ ഒരു സത്യമാണ്. ഞാൻ എന്റെ ഒരു മക്കളോട് ഞങ്ങളുടെ ചർച്ചയിൽ ഇന്ന വസ്ത്രം ധരിക്കണം, ഇന്നത് ധരിക്കരുത്, അത് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇതൊന്നും ഞാൻ പ്രസംഗിക്കാറില്ല. പ്ലഗ് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, നീ എന്തും ചെയ്തോ. പക്ഷേ വചനം കുഞ്ഞുങ്ങൾ അറിയേണ്ടത് അവർക്ക് മനസ്സിലാക്കേണ്ട ഭാഷയിൽ, യൗവനക്കാർ അറിയേണ്ടത് അവർക്ക് മനസ്സിലാക്കുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇന്ന് വരെയും ഒന്നിനെയും എനിക്ക് ചർച്ചയിൽ നിന്ന് ഇറക്കി വിടേണ്ടത് വന്നിട്ടില്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് വരാം, കാണാം. 9 മണിക്ക് ആരാണെന്ന് ഒരു ചർച്ച ഞങ്ങളുടേത്. കോവിഡിന് മുമ്പ്, ഇപ്പോൾ സമയങ്ങളൊക്കെ ചേഞ്ചായി. സ്തോത്രം. 9:10 ആവുമ്പോൾ ഗേറ്റിൽ താഴി വീഴും. പിന്നെ ചർച്ചിൽ ഏത് മൂത്ത അന്നം വന്നാലും അണ്ണി വന്നാലും ചർച്ചിലോട്ട് പ്രവേശനമില്ല. ഞാൻ പറയുന്ന കള്ളമാണോ എന്ന് ഒന്ന് നോക്കാം. അങ്ങനെ സ്ട്രിക്റ്റ് ആയിരുന്ന ഒരു ചർച്ചാണ് ജോയൽ മോന്റെ ചർച്ച. അവൻ അറിയാതെ എങ്ങോട്ടോ കേൾക്കൂ. തിരുവനന്തപുരം നാടിന് നമ്മുടെ നാടിന്റെ രീതി അനുസരിച്ച് ബോഡി വീട്ടിക്കൊണ്ടുവന്ന് 5 മണിയായപ്പോൾ 10 മണിക്ക് അടക്കം. കല്ലറക്കുഴി കെട്ടി കല്ലറ കിട്ടുന്ന സമയം 10 മണി. അടക്കം നയിക്കാൻ നിയോഗിക്കപ്പെട്ട പാസ്റ്റർ ഞാനായിരുന്നു. അവരുടെ ഒരു സ്വതന്ത്ര സംഘടനയാണ്. എല്ലാ ശുശ്രൂഷയ്ക്കും ശേഷം അവസാനം അന്ത്യചുംബനം കൊടുക്കേണ്ടവർക്ക് കൊടുക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞു. ഓരോരുത്തരായി ഉമ്മ കൊടുത്തു. അവസാനം അവന്റെ അപ്പ വന്നു. അതിനിടയ്ക്ക് ഇച്ചിരി സീനൊക്കെ ഉണ്ടായി, അതൊന്നും ഞാൻ പറയുന്നില്ല. അവസാനം എന്റെ അപ്പ വന്നു. അപ്പ വന്ന നിലത്തോട്ട് കുത്തുകുത്തി. കുഞ്ഞു ജോയൽ മോന് തുരുതുര നിശ്ചലമായ ആ കവിളിലും നെറ്റിയിലും എല്ലാം തുരുതുര ഉമ്മ കൊടുത്തു. താൻ അലറിക്കരഞ്ഞിട്ട് പറഞ്ഞു, മോനെ, നീ പറഞ്ഞത് എന്തെന്ന് പപ്പയ്ക്ക് മനസ്സിലായിട്ടില്ല. നീ എവിടേക്കാ പോകുന്നെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ മോന് പപ്പ അന്ത്യ യാത്രാമൊഴി നേരുന്നു. നീ എവിടെയാണോ പോയത് അവിടെ ഞാനും വരുവാണ്. നീ എവിടെയാണോ പോയത് അവിടെ ഞാനും വരുവാണ്. നീ എവിടെയാണോ പോയത് അവിടെ ഞാനും വരുവാണ്. അദ്ദേഹം അലറിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു അപ്പ. നിങ്ങൾ കേൾക്കണം. ആ അടക്ക ശുശ്രൂഷയ്ക്ക് ശേഷം 5 മാസം കഴിഞ്ഞു. വെള്ളടയ്ക്കപ്പുറം ആറാട്ടുപുഴയിൽ സ്ഥലമുണ്ട്. ആറാട്ടുപുഴയ്ക്കപ്പുറം കത്തിപ്പാറ എന്ന സ്ഥലമുണ്ട്. അവിടെ ഡാമിന്റെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഭാഗത്ത് 5 പേരെ സ്നാനപ്പെടുത്തുവാൻ ഈ ഉള്ളവനെ കർത്താവ് ഒരു ഭാഗ്യം നൽകി. 5ാമനായി വെള്ളത്തിൽ നിന്നും സ്നാനപ്പെട്ട് കയറി ജോയൽ മോന്റെ പപ്പ സുരേഷായിരുന്നു.
താൻ കരയ്ക്ക് കയറി വരുമ്പോൾ ഞാൻ വേഷമാർ നിനക്ക് മണ്ണിനെ കുറിച്ച് ചോദിച്ചു, പാസ്റ്റർ ഇന്ന് ഞാൻ മരിച്ചാൽ എന്റെ മോന്റെ അടുക്കൽ ചെല്ലുമല്ലേ? താൻ എന്നാൽ അനുഗ്രഹീത സുവിശേഷകനാണ്. താൻ അനുഗ്രഹീത സുവിശേഷകനായി ഇന്ന്. തന്റെ പശ്ചാത്തലമൊന്നും ഞാൻ പറയുന്നില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന എന്റെ വാത്സല്യ മക്കളെ, ജോയൽ മോൻ എത്ര വയസ്സ് ജീവിച്ചിരുന്നു എന്നുള്ളതല്ല, 9 വയസ്സേ ജീവിച്ചിരുന്നുള്ളൂ. പക്ഷേ അവന്റെ ആയുസ് സക്സസ് ആയി, അവന്റെ ജന്മം സക്സസ് ആയി. അവൻ ഒറ്റ ഒരാളെ വിശ്വാസത്തിൽ കൊണ്ടുവന്നു, അത് മരണമുണ്ട് അവന്റെ അപ്പായി. പക്ഷെ അവന്റെ അപ്പ ഇന്ന് 100 കണക്കിന് ആളുകളോട് കൊടുത്തു, സുവിശേഷം കൊടുത്തു, സാക്ഷ്യം പറഞ്ഞു, യേശുവിനെ അറിയിക്കുകയാണ്. ഇന്ന് മുതൽ എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു, യൗവനക്കാരെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു. നമ്മളിൽ എത്ര പേർക്ക് നമ്മുടെ യേശുവിനെ കുറിച്ച് അറിയാം? നമ്മുടെ യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുക. രക്ഷിക്കപ്പെടാത്ത നമ്മുടെ അപ്പയ്ക്ക്, നമ്മുടെ അമ്മയ്ക്ക്, നമ്മുടെ അപ്പച്ചന്, അമ്മച്ചിക്ക്, നമ്മുടെ കൂട്ടുകാർക്ക്, കൂട്ടുകാരികൾക്ക്, നമ്മുടെ അധ്യാപകർക്ക് യേശുവിനെ കൊടുക്കുക. നമ്മുടെ ആയുസ് കൊണ്ടുള്ള, നമ്മുടെ ജന്മം കൊണ്ടുള്ള ഉദ്ദേശം തിരിച്ചറിയുക. മക്കളെ, പ്രേമിച്ച് നടക്കാനുള്ളതല്ല നമ്മുടെ യൗവനം. നമ്മുടെ ടീനേജ് അടിച്ചു പൊളിച്ച് തീർക്കാനുള്ളതല്ല. നിങ്ങളുടെ ടീനേജ് ഏറ്റവും മനോഹരമായ ഒരു സമയമാണ്. ആ ദൈവത്തിന് പ്രയോജനമുള്ളതാക്കി തീർക്കാൻ കഴിഞ്ഞാൽ ഹല്ലേലൂയ. എന്റെ നല്ല യൗവനം കർത്താവിന് കൊടുത്തവനാണ്. എന്റെ നല്ല യൗവനം കർത്താവിന് കൊടുത്തവനാണ്. സ്തോത്രം. പാസ്റ്റർ പൗലോസ് എന്ന ദൈവമനുഷ്യനെ കേട്ടിരിക്കും. രാമേശ്വരം എന്റെ ആത്മീയ ഗുരുനാഥന്. പല സ്ഥലങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം കിടന്ന സുവിശേഷ വേല നിമിത്തം അടികൊള്ളാൻ ഒരു ഭാഗ്യം തന്നിട്ടുണ്ട്. തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ കിടന്ന് അടികൊള്ളാൻ ദൈവം ഭാഗ്യം നൽകിയിട്ടുണ്ട്. അടിച്ചവരെ സ്നാനപ്പെടുത്താനും ദൈവം കൃപ നൽകി. ഇനി എന്റെ ചില സർജറികൾ കഴിഞ്ഞത്, ഈ കയ്യിൽ കാണുന്ന പോലെ ചില പാടുകൾ, ഞാൻ പറഞ്ഞല്ലോ, ഈ കയ്യിൽ കാണുന്ന പോലെ ചില പാടുകൾ, 5ഓളം ഗ്രോത്തുകൾ എടുത്തു കളഞ്ഞൊരു സമയമുണ്ട് ചില വർഷങ്ങൾക്ക് മുമ്പ്. എല്ലാം ചെറിയ ചെറിയ സർജറികൾ, ലോക്കൽ അനസ്തേഷ്യ എന്നുള്ള സർജറികൾ. 4-5 സ്വാതന്ത്ര്യ ഹോസ്പിറ്റലിൽ സർജറി കഴിഞ്ഞ് വീട്ടിൽ പോയി. അന്ന് വൈകുന്നേരം തന്നെ 3-ാം ദിവസം കിടക്കുമ്പോൾ ഉള്ളിലൊരു പ്രേരണ, എഴുന്നേൽക്കുക, എന്റെ വേലയ്ക്ക് പോവുക. 2008 ഒക്ടോബർ മുതൽ ഞങ്ങൾ ചെയ്യുന്നൊരു വേലയുണ്ട്. അത് രാത്രിയിലാണ്, മോഷണമല്ല. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, മെഡിക്കൽ കോളേജ് ക്യാമ്പസ്, ഉറങ്ങാത്ത ട്രിവാൻഡ്രം പട്ടണത്തിലെ സ്ഥലങ്ങൾ നിങ്ങൾക്കറിയാമോ? കണ്ടിട്ടുണ്ടോ? രാത്രി പോയിട്ടുണ്ടോ? നമ്മുടെ സമീപമല്ലേ മെഡിക്കൽ കോളേജ് ക്യാമ്പസ്. SITയുടെ ഫ്രണ്ടിൽ എത്രയെത്ര മാതാപിതാക്കളാണ് കാർഡ്ബോർഡ് പിടിച്ച് കുത്തിയിരിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുഞ്ഞുങ്ങളെ ക്രിട്ടിക്കൽ കെയറിൽ ഇട്ടിട്ട് എത്രയോ മാതാപിതാക്കളെ കുത്തിയിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? മെഡിക്കൽ കോളേജിന്റെ, RCCയുടെ, ശ്രീചിത്രയുടെ, SITയുടെ ഫ്രണ്ടിൽ എത്ര ആളുകൾ ഉറക്കമണിച്ച് കുത്തിയിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സുവിശേഷം പറയാൻ ഇതുപോലെ പറ്റിയൊരു അവസരം വേറെ ഇല്ല. ഒരാളെയും നമ്മുടെ ചർച്ചിലേക്ക് പ്രതീക്ഷിക്കരുത്, പക്ഷെ ആളുകളിലേക്ക് നമുക്ക് യേശുവിനെ കൊടുക്കാൻ പറ്റും. എത്രയോ ആളുകൾ മുഴങ്കാലിൽ വെറും നിലത്ത് യേശുവിനോട് ഹൃദയം കൊടുക്കുന്നത് കാണാൻ ഇടയാക്കിയിട്ടുണ്ട്. പ്രതീക്ഷകൾ അസ്തമിച്ചു പോയി എത്രയോ പേർ യേശുവിലേക്ക് വരുന്നത് കാണാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നൊരു വേലയാണ്. 3-ാം ദിവസം ദൈവത്തോട് എഴുന്നേൽക്കുക, പോകുക. എന്റെ മിസ്സസ് പറഞ്ഞു, മര്യാദയോടെ കിടക്കുക. രാത്രി 10 മണിയായി, മര്യാദയ്ക്ക് കിടക്കുക. സർജറി കഴിഞ്ഞതേ ഉള്ളൂ, ഞാൻ അവിടെ കിടന്നു. 2-ാം നാൾ പിന്നെ ഷിബു എഴുന്നേൽക്കുക, ഉള്ളിലൊരു ആത്മപ്രേരണ. ഞാൻ എഴുന്നേൽക്കും. മിസ്സസ് പറഞ്ഞു, മര്യാദ കിടക്കാൻ ഞാൻ മനുഷ്യ പറഞ്ഞു. അവൾ സ്നേഹത്തോടെ പറഞ്ഞു, ഞാൻ അന്നും അനുസരിക്കും, ഇന്നും അനുസരിക്കും. 3-ാം തവണ ഞാൻ എഴുന്നേറ്റ് പതിയെ കടലിൽ നിന്ന് ഇറങ്ങി. അവൾക്ക് മനസ്സിലായി ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല, ഈ മനുഷ്യൻ പോകുക തന്നെ ചെയ്യും. അപ്പൊ ഞാനവിടെ വരാം. ഞാൻ പറഞ്ഞു വേണ്ട. സ്തോത്രം. എന്റെ സന്തത സഹചാരി എന്റെ മോനുണ്ട്, ഞാൻ അവനെ കൊടുക്കും. രാത്രിയിൽ എവിടെയും അപ്പനോടൊപ്പം വരുന്നതിന് അവന് ഇഷ്ടമാണ്. എത്ര വയർ ഫില്ലാണെങ്കിലും 3 ദോശ, ഒരു ഡബിൾ ബുൾസൈ, അതിനുള്ള വയർ അവന്റെ ഉള്ളിൽ കാണും. അതുകൊണ്ട് ഏത് രാത്രിയും അപ്പൻ്റെ കൂടെ എവിടെയും അവൻ വരും. ആ ചോദിച്ചു, പപ്പ ഏത് ഫ്ലാറ്റ് എടുക്കേണ്ടത്? ഞാൻ ലഘുലേഖയുടെ പേര് പറഞ്ഞു, സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ. ആ ലഘുലേഖയുമായിട്ട് ഞങ്ങൾ ഇറങ്ങി. തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ വണ്ടി ഒതുക്കി, റെയിൽവേ സ്റ്റേഷൻ ഫ്ലാറ്റ് വണ്ടിക്ക് തകർത്ത് കയറി. അന്ന് ഞങ്ങളെ സംബന്ധിച്ചൊരു മോശം ദിവസമായിരുന്നു. ചൊവ്വയും വെള്ളിയും നോക്കിയല്ല, സുവിശേഷം പറയാൻ ആളെ കിട്ടിയാൽ നല്ല ദിവസം, സുവിശേഷം പറയാൻ ആളെ കിട്ടിയില്ലേ മോശം ദിവസം. അന്ന് ഞങ്ങൾക്ക് ഒരാളെ കിട്ടി. ഒരു അണ്ണനോട് സുവിശേഷം പറഞ്ഞിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഫോൺ വന്നു. അദ്ദേഹം സോറി പറഞ്ഞ് ഫോണിനകത്തായി.
തലേദിവസം രാത്രി ട്രെയിനിൽ ഇറങ്ങിയിട്ട് കുത്തിയിരിക്കും. വെളുപ്പിനത്തെ ബസ് പിടിക്കാൻ റെയിൽവേ സ്റ്റേഷൻ തന്നെ ഇരിക്കുന്നവര്, വെളുപ്പിനത്തെ ട്രെയിൻ പിടിക്കാൻ രാത്രിയിലെ വന്നിരിക്കുന്നവര്. എന്റെ മോനെ കണ്ടിട്ടുണ്ടോ ട്രിവാൻഡ്രം എന്നവരെ രാത്രിയിൽ? എത്രയോ ഓട്ടോക്കാർ, എത്രയോ ടാക്സി ഡ്രൈവേഴ്സ് ഇങ്ങനെ നിരന്നിരിക്കാൻ അറിയാം. സുവിശേഷം പറയാൻ പറ്റിയ അവസരം പറയേണ്ടിയവർക്ക്. പകലൊക്കെ പോയി തെരുവിൽ നിന്ന് പ്രസംഗിച്ചാൽ ആരും കേൾക്കത്തില്ല. ഇത് ഒറ്റയ്ക്ക് ഇരുന്ന് ഓരോരുത്തരോട് നമുക്ക് വ്യക്തിപരമായി യേശുവിനെ കുറിച്ച് പറയാം. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ബസ് സ്റ്റാൻഡിനകത്ത് കയറി. കാര്യമായിട്ട് ആരെയും ഞങ്ങൾക്ക് കിട്ടിയില്ല. കുറച്ച് ലഹരികളൊക്കെ ചിലർക്ക് കൊടുത്ത് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ രണ്ടുപേരും നിൽക്കുന്നു. വേഷം കൊണ്ട് മനസ്സിലായി KSRTC ഉദ്യോഗസ്ഥരാണ്. അതിലൊരാൾക്ക് കൊടുത്ത മോനെ പ്രിന്റ് എടുത്തോണ്ട് നീങ്ങി, മറ്റൊരാൾക്ക് ഞാൻ കൊടുത്തു. എന്നോട് ചോദിച്ചു എന്താണ്? നമ്മൾ യേശുവിനെ കുറിച്ചുള്ള ഒരു സുവിശേഷ പ്രതിയാണ്. അദ്ദേഹം അതുകൊണ്ട് വാങ്ങിയിട്ട് ചുരുട്ടി കൂട്ടി അടിക്കുകയായിരുന്നു ഇടിക്കുകയായിരുന്നു എനിക്കറിയത്തില്ല. തിരുവനന്തപുരത്തെ ഏറ്റവും വലിയൊരു ചീത്ത പറഞ്ഞു. ഏറ്റവും വലിയ ചീത്ത മനസ്സിലായല്ലോ. ഇത്രയും നീളവും ഇത്രയും വണ്ണമുള്ള തിരുവനന്തപുരത്തെ വലിയൊരു ചീത്ത. അത് പറഞ്ഞിട്ട് ഒറ്റ ഒരെണ്ണം ഇട്ടു വന്നു. കറങ്ങി അടിച്ചു താഴെ. സർജറി കഴിഞ്ഞിട്ട് 3 ദിവസമേ ഉള്ളൂ. താഴെ വീണ് എനിക്ക് 5-6 ചവിട്ടൂടെ. ഞാൻ വിചാരിച്ചു തീർന്നത് തന്നെ. പക്ഷേ പിന്നെ ചവിട്ടാൻ തുടങ്ങിയപ്പോ ഞാൻ അവളുടെ കാലെ കയറി പിടിച്ചു. മോൻ ഓടി വന്നു. ഈ 19 കിലോളം ഞാൻ എങ്ങനെ പോകാൻ അവൻ പിടിച്ച. ഞാൻ അതിന്റെ കാലെ പിടിച്ചെഴുന്നേക്കാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോ കാല് പറഞ്ഞിട്ട് പുള്ളി പോകാൻ ശ്രമിക്കും. അപ്പൊ ഞാൻ എന്റെ ശരീരത്തിൽ ശ്രദ്ധിച്ചു നോക്കി. 3 ദിവസം മാത്രം പഴക്കമുള്ള മുറിവുകൾ വീഴ്ചയുടെ ശക്തിയോടെ എല്ലാം ഇളകി. നേർവൊക്കെ കട്ട് ചെയ്ത് ചില മുറിവുകൾ ഇതൊക്കെ എല്ലാം ഇളകി. ശരീരത്തിൽ എപ്പോഴും വെള്ളയാതിരിക്കുന്നത് അവിടെ ഒരു റോസാപ്പൂക്കൾ പോലെ വിടർന്നിരിക്കുന്നു. വയറിന്റെ അവിടെ, തുണിയുടെ അവിടെ, കയ്യില് ഒക്കെ റോസാപ്പൂക്കൾ. ഒരുത്തിരി അടിച്ചത് ആരെങ്കിലും അവിടുന്ന് വിടുന്നൊക്കെ ചുവന്ന പൂക്കൾ പോലെ രക്തം വരുന്നു. അദ്ദേഹം എന്നെ വിട്ടിട്ട് ഓടാൻ ശ്രമിക്കുക. ഞാൻ കാലൊക്കെ പിടിച്ച് സഹോദരം എഴുന്നേപ്പിച്ച് അടിച്ച കയ്യെ പിടിച്ചിട്ട് അവിടെ എഴുന്നേറ്റു. അടിച്ച കയ്യെ പിടിച്ച് എഴുന്നേപ്പിച്ചു. അദ്ദേഹം എന്നെ വിട്ടിട്ട് പിന്നെ പോകുന്നതോ ഞാൻ പിടിച്ചു നിർത്തി. തന്നെ പോലീസിൽ ഏൽപ്പിക്കും. ആളുകൾ 1-2 ശ്രദ്ധിക്കാൻ തുടങ്ങി. മനുഷ്യൻ പേടിക്കുന്നു മനസ്സിലായപ്പോൾ പയ്യെ എന്റെ ഷർട്ട് പൊക്കി കാണിച്ചു. അതൊരു പുരുഷനാകിയ എന്റെ ഷർട്ട് പൊക്കി എന്റെ വയറിലെ മുറിവുകൾ കാണിച്ചു. സ്നേഹിത, 3 ദിവസം മാത്രം പഴക്കമുള്ള കൊച്ചു മുറിവുകളാണ്. നിങ്ങൾ രക്തബന്ധം പേടിക്കുന്നു വേണ്ട. വീഴ്ചയുടെ ശക്തിയിൽ ഒന്ന് ഇളകി രണ്ടുപേർക്കും താങ്കൾ പേടിക്കണ്ട. അദ്ദേഹം ചീത്ത വിളിച്ച നാവിൽ നിന്ന് അടുത്ത വിളി മാറി, ഭാഷ മാറി. സാറേ, സാറെന്തിനായി മുറിയും വെച്ചുകൂടി രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്? അത് കേൾക്കാൻ വേണ്ടിയാണ് ഇത് ചുമക്കുന്നത്. ആ ഒറ്റ ചോദ്യത്തിന് വേണ്ടി എനിക്ക് ചുമക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ എന്റെ സ്നേഹിത, ഒരു 10-15 മിനിറ്റ് കൊണ്ട് ചെറുതായിട്ടൊന്ന് സുവിശേഷം പറഞ്ഞു. എന്നെ അടിച്ച മനുഷ്യൻ ആ രാത്രി 12:35 സമയം തമ്പാനൂർ പുതിയ ബസ് ടെർമിനലിന്റെ ഫ്രണ്ടിൽ വാർത്ത ടെസ്ലാമിന്റെ മണ്ടയിൽ മുട്ടുകുത്തിയപ്പോൾ, അദ്ദേഹം അടിച്ചപ്പോൾ എന്റെ കാലുവഴി ഒരു നനവുണ്ടായി വീണപ്പോൾ. അത്രയും ഊക്കനടിയത്. പക്ഷേ അദ്ദേഹം മുട്ടുകുത്തിയപ്പോൾ എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തന്നെ ഞാൻ വിശദമായി പരിചയപ്പെട്ടു. KSRTC ഡ്രൈവർ. ഞങ്ങൾ അദ്ദേഹത്തിന്റെ സ്ഥലത്ത് പൂവാറിനടുത്ത് കൊണ്ടാക്കി. 2 ആഴ്ച കഴിഞ്ഞ് ഞാനും മിസ്സസുമായി അദ്ദേഹത്തിന്റെ വീട് സന്ദർശിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ 2 പെൺമക്കൾ, ഡിഗ്രി വിദ്യാർത്ഥിനികൾ. അദ്ദേഹം വേളിക്കായലിന്റെ ഓരത്ത് 4 പേരെയും സ്നാനപ്പെടുത്തുവാൻ ദൈവം ഒരു ഭാഗ്യം തന്നപ്പോൾ ഞാൻ എന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ച വാക്കുകളാണ്: കർത്താവേ, എന്റെ ശരീരം മുഴുവൻ മുഴകളും അത് മുഴുവൻ കീറുവാനും അങ്ങേക്ക് ഹിതമായാൽ എനിക്കിഷ്ടമാണ്. പക്ഷേ ഇദ്ദേഹത്തെ പോലെ ആളുകൾ യേശുവിനെ അറിയുന്നു. എന്റെ ജീവിതത്തിലുള്ള ഉദ്ദേശം എനിക്കറിയാം. അത് യേശുവിനെ അറിയിക്കുക എന്നുള്ളതാണ്, യേശുവിനെ പ്രസംഗിക്കുക എന്നുള്ളതാണ്. ഇന്നുവരെ എന്നെ കേൾക്കുന്ന എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഞാൻ ആത്മാവിൽ ചോദിക്കുന്നു, നിങ്ങളുടെ ജീവിതം കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? യേശുവിനെ അറിയിക്കുക, നിങ്ങളുടെ രക്ഷകനെ പരിചയപ്പെടുത്തുക, യേശുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുക. ജീവിതം കൊണ്ട്, ആയുസ് കൊണ്ട്, ജന്മം കൊണ്ട് ഒരു ചലഞ്ചായി ഇടപെടുക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ആയുസ് കൊണ്ട് ഉദ്ദേശമുണ്ട്, ജന്മം കൊണ്ടൊരു ഉദ്ദേശമുണ്ട്. എന്റെ വാക്കുകൾ നിർത്തേണ്ട സമയമായി. ഞാൻ നിർത്തുക. എപ്പോഴെങ്കിലും പൂർത്തീകരിച്ചു വന്നു. മുഖപരമായതേ ഉള്ളൂ. നമുക്കൊക്കെ പ്രലോഭനങ്ങൾ ഉണ്ടാകും. പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളിലായിരിക്കും. പക്ഷെ പ്രലോഭനം ഒരിക്കലും ചെറിയ കാര്യമല്ല. പ്രലോഭനം ഉണ്ടാകുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളിലാണ്. പക്ഷെ പ്രലോഭനം ഒരിക്കലും എന്തല്ല?
പ്രലോഭനങ്ങളെ ഒരിക്കലും മേയാൻ വിടല്ല. പശുവിനെ ആട്ടിലേക്ക് മേയാൻ വിടുന്ന പോലെ പ്രലോഭനങ്ങളെ ഒരിക്കലും എന്ത് ചെയ്യില്ല. അവളെ കെട്ടിയ കൊള്ളായിരുന്നു, അവള് പറ്റിയൊരു അവനെ കെട്ടിയ കൊള്ളായിരുന്നു. സ്വപ്നങ്ങളെ കയറൂരി വിടല്ലേ, സ്വപ്നങ്ങളെ കയറൂരി വിടല്ലേ, ചിന്തകളെ കയറൂരി വിടല്ലേ, മേയാൻ വിടല്ലേ. അത് മേഞ്ഞു വയറ് നിറഞ്ഞാൽ കയറൂരി വിട്ട് കണ്ടോന്റെ കണ്ടെത്തി കയറി വേണ്ടാത്തവർക്ക് കടിച്ചു പറിച്ചാൽ, നമ്മുടെ ന്യൂജൻ ഭാഷ പറയാൻ നമ്മുടെ ലൈഫ് പോഞ്ഞാട്ട 8 മണി കിട്ടും. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് മക്കളെ, കുഞ്ഞുങ്ങളെ? ചിന്തകളെ നിയന്ത്രിക്കുക, ഓവർകം ചെയ്യുക, അതിജീവിക്കുക. അതിനെന്താ ചെയ്യേണ്ടത്? 1, നിങ്ങൾ എല്ലാ ദിവസവും ബൈബിൾ വായിക്കണം. എല്ലാ ദിവസവും ബൈബിൾ വായിക്കണം. കൊച്ചിന്റെ പേരെന്താണ്? ഓക്കേ, എമി എന്നുള്ള അടുത്ത പേര് എമീമ. എമീമ ഇന്ന് പല്ല് തേച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? എമീമ നീ എന്നും തേക്കുന്നോളൂ ഞങ്ങൾക്കറിയാം. പക്ഷെ ഇന്ന് തേച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എല്ലാ ദിവസവും തേക്കുന്ന പതിവ്. ചക്രയുടെ പേരെന്താണ്? മോൻ ഇന്ന് കുളിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? എല്ലാ ദിവസവും കുളിക്കുന്ന പതിവ്. പക്ഷെ നമ്മൾ അങ്ങനെയാണോ ചെയ്തത്? എല്ലാ ദിവസവും നമ്മുടെ പല്ല് ബ്രഷ്, നമ്മളെല്ലാ ദിവസവും ദേഹശുദ്ധി വരുത്തും ഇല്ലേ? ദിനചര്യയുടെ ഭാഗങ്ങളാണ്. ബൈബിൾ വായന നമ്മുടെ ദിനചര്യയുടെ ഒരു ഭാഗമായി മാറണം. ഒരു ദിവസം ആഹാരം കഴിക്കാൻ വിട്ടുപോയാലും ബൈബിൾ വായിക്കാൻ വിട്ടുപോകരുത്. 1, ബൈബിൾ വായിക്കുക. 2, വ്യക്തിപരമായി പ്രാർത്ഥിക്കുക. ഈ 2 കാര്യങ്ങൾ ചെയ്യണം. അടുത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ 4 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. 1, ഉറച്ച ഡിസിഷൻ ഉള്ളവരായിരിക്കണം, തീരുമാനമുള്ളവരായിരിക്കണം. ആയുസ് കൊണ്ടുള്ള, ജന്മം കൊണ്ടുള്ള ഉദ്ദേശം നടപ്പിലാക്കുക. നമ്മൾ പെർഫെക്റ്റ് ആകാൻ, തികഞ്ഞവരാകാൻ പറ്റുമോ? പിന്നെ തികഞ്ഞവരാകാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല. 1, ഉറച്ച തീരുമാനം, ഡിസിഷൻ, തീരുമാനമുള്ളവരായിരിക്കണം. 2, സമർപ്പണം. 2 എന്താണ്? സമർപ്പണമുള്ളവരായിരിക്കണം. തീരുമാനത്തിനനുസരിച്ച് ഒരു സമർപ്പണം ഉണ്ടാകണം. നമ്മൾ തീരുമാനമെടുത്തു, ഞാൻ എല്ലാ ദിവസവും ബൈബിൾ വായിക്കും, ഞാൻ എല്ലാ ദിവസവും ബൈബിൾ, അത് തീരുമാനം, ഡിസിഷനാണ്. പക്ഷേ നമ്മുടെ സമർപ്പണം എന്താണ്? എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ബൈബിൾ വായിക്കും. 6 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ബൈബിൾ നമ്മൾ തുറക്കുകയാണ്. ഇന്ന് ബൈബിൾ വായിക്കാതെ വാട്സാപ്പ്, ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ ഒന്നും ഞാൻ ഓപ്പൺ ചെയ്യുകയില്ല. ന്യൂസ് പേപ്പർ ഞാൻ കാണുകയില്ല. എന്റെ ടെസ്റ്റ് ഞാൻ തുറക്കുകയില്ല. അതൊരു തീരുമാനമാണ്. പക്ഷെ തീരുമാനം എടുത്താൽ മാത്രം പോരാ, ആ തീരുമാനം നടപ്പിലാക്കുവാൻ നമ്മൾ സമർപ്പിക്കപ്പെടണം. മനസ്സിലാകുന്നു? സമർപ്പണം കൊണ്ട് തീർന്നില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഫർദർ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പരിശ്രമിക്കണം. നമ്മുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം സാർ, അദ്ദേഹത്തിന്റെ നിരവധി പുസ്തകങ്ങൾ എന്റെ പക്കലുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഫാനാണ്. അദ്ദേഹത്തിന്റെ എല്ലാ ബുക്കുകളും ഞാൻ വായിക്കാറുണ്ട്, എഴുത്തുകൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ സുപ്രസിദ്ധമായ ഡയലോഗ് ഉണ്ട്: നമ്മുടെ പരിശ്രമങ്ങൾ പരാജയപ്പെടാം, പക്ഷെ പരിശ്രമിക്കുന്നത് ഒരിക്കലും എന്ത് ചെയ്യരുത്, പരാജയപ്പെടരുത്. പരിശ്രമങ്ങൾ പരാജയപ്പെടാം, പക്ഷെ പരിശ്രമിക്കുന്നതിൽ എന്ത് ചെയ്യരുത്. ഹലോ മക്കളെ, ഇതിനകത്ത് ഒറ്റ തവണ സൈക്കിൾ കയറ്റം പഠിച്ച് ആരെങ്കിലും വിദ്വാൻ ഇരിപ്പുണ്ടോ? ഒറ്റ. ഇപ്പൊ പിന്നെ സൈക്കിൾ കയറ്റമൊക്കെ ആര് പഠിക്കാനോ? പണ്ടായിരുന്നു സൈക്കിൾ കയറ്റമൊക്കെ. ഇപ്പൊ നേരെ സ്കൂട്ടറിലൊക്കെ കയറില്ല, ബൈക്കിലൊക്കെ കയറില്ല. കയറി ഇരുന്നുകൊണ്ട് പഠിച്ച ആരെങ്കിലും? എഴുതിട്ട് ചവിട്ടിയൊക്കെ പതിയെ പഠിച്ചല്ലേ? പരിശ്രമിച്ചുകൊണ്ടിരുന്നു. നമ്മൾ എല്ലാത്തിലും പരിശ്രമിക്കും. പുതിയ പുതിയ ഫുഡ് എത്രയും കഴിക്കാം. പിന്നെ നമ്മൾ പരിശ്രമശാലികളാണ്. പക്ഷേ ബൈബിൾ വായന, പ്രാർത്ഥന, ആത്മീയ വിഷയങ്ങൾ, മക്കളെ പരിശ്രമിക്കണം. കുറച്ചേറെ അനുഭവങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട്. ഞങ്ങളുടെ ചർച്ചിലെ കുറച്ച് കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെ പറയാനുണ്ട്. 8ാം ക്ലാസ്സിൽ 2 പ്രാവശ്യം തോറ്റിട്ട് 10ാം ക്ലാസ്സിൽ 1ാമത്തെ പ്രാവശ്യം മുഴുവൻ വിഷയങ്ങൾക്കും A+ വാങ്ങിച്ച കുട്ടികളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ ഒരു കൊച്ചു എനിക്കുണ്ട്. 8ാം ക്ലാസ്സിൽ 2 പ്രാവശ്യം തോപ്പിച്ച് വന്ന ബുദ്ധി ഇവിടെ 10 കിട്ടുന്ന കാര്യമില്ല. 9
പക്ഷെ 10th ഞങ്ങൾക്ക് അവളെ കിട്ടി. അവിടെ സ്കൂളിലെ ഏറ്റവും കൂടുതൽ മാർക്ക് അവൾക്കായിരുന്നു. ഒരു ട്യൂഷനില്ല, എക്സ്ട്രാ ക്ലാസ്സുകൾക്ക് പോകുന്നില്ല. ഞങ്ങളുടെ കൊച്ചു ചെയ്ത ഒറ്റ കാര്യം, പ്രാർത്ഥിച്ചു, ബൈബിൾ വായിച്ചു. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ അവയെ ആചരിക്കുന്നവർക്ക് എല്ലാ ദിവസവും ബൈബിൾ വായിക്കാൻ ദിവസം അരമണിക്കൂർ കുറഞ്ഞത് പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങൾ ടാബ്ലറ്റ് കുറിച്ച് തരിക, ഒരു പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് തരിക. എല്ലാ ദിവസവും ബൈബിൾ വായിക്കുക, കുറഞ്ഞത് അരമണിക്കൂർ പ്രാർത്ഥിക്കുക. ബെസ്റ്റ് ഫ്രണ്ടിനോട് നമ്മൾ സംസാരിക്കുക. കർത്താവെ അഖിലാണ്ടകളുടെയവനെ അങ്ങനെ പ്രാർത്ഥിക്കരുത്. ഇങ്ങോട്ട് പോയിരുന്നിട്ട്, ഡാഡി യേശുപ്പച്ച എനിക്ക് പഠിക്കാൻ ബുദ്ധിയില്ല, ഇംഗ്ലീഷ് പഠിക്കാൻ നമ്മുടെ തലയ്ക്കകത്ത് കയറുന്നില്ല, എനിക്ക് ബുദ്ധി തരണമേ. അങ്ങനെയൊക്കെ യേശുവിനോട് സംസാരിക്കണം. അങ്ങനെ പ്രാർത്ഥനയുടെ സ്റ്റൈലുണ്ട്, ഉണ്ടോ? അത് അനുഭവിക്കുന്നതോട് ചോദിക്കണം. എന്റെ പേഴ്സണൽ പ്രയർ, എന്റെ അപ്പനെ ഞാൻ വിളിക്കുന്നത് ഡാഡി എന്നാണ്. എന്റെ ഡാഡി എന്റെ കർത്താവ്, സ്വർഗത്തിലെ അപ്പനാ. ഞാൻ ഡാഡി എന്നാണ് വിളിക്കുന്നത്. തമിഴ്നാട്ടുകാരെ വിളിക്കുന്നത്, എനിക്ക് ഇഷ്ടമാണ് തമിഴ്നാട്ടുകാരെ. അവർ ദൈവത്തെ നാം വിളിക്കുന്നത് നീ എടാ പോടാന്നും വിളിക്കത്തില്ല, വാടാ ഇവിടെ വാടാ ഇറങ്ങി വാടാന്നും പറയത്തൊന്നുമില്ല. ഡാഡി, കണ്ടവളേ, കണ്ടവരേ, അപ്പാ, എത്ര കൃത്യമായ വിളിയാണെന്നറിയാം. ദൈവത്തെ വിളിച്ചു തുടങ്ങാൻ വയ്ക്കുന്നത് ഡാഡീന്ന്. മക്കളെ സംസാരിച്ചു തുടങ്ങാൻ നിങ്ങളുടെ കർത്താവുണ്ട്. മൂന്നാമത്തെ കാര്യം പരിശ്രമിക്കുക. നാലാമത്തെ കാര്യം അനുസരിക്കുക. ആത്മാവിന്റെ നിയോഗങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് എന്ത് പറയുന്നു നിങ്ങൾ അത് അനുസരിക്കാൻ തയ്യാറാകണം. അങ്ങനെ തയ്യാറായ നിങ്ങളുടെ ലൈഫ് സക്സസ് ആയി, നിങ്ങളുടെ ജീവിതം വിജയിച്ചു. യേശു 33 വയസ്സ് വരെ ജീവിച്ചുള്ളൂ. പക്ഷെ 33 വയസ്സ് കൊണ്ട് തന്റെ ആയുസ് കൊണ്ടുള്ള തന്റെ ജീവിതം കൊണ്ടുള്ള ഉദ്ദേശം താൻ നടപ്പിലാക്കി. പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ എന്റെ വാക്കുകളോട് വിരാമം കൊണ്ടിരിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആദ്യം സംഭവിക്കുന്ന അമ്മയ്ക്ക് പറയുന്ന അബദ്ധം റിപ്പീറ്റ് ചെയ്യുമ്പോൾ, തിരുത്താതിരിക്കുമ്പോൾ അതെന്തായി മാറുമെന്നറിയാമോ? അബദ്ധം തെറ്റായിട്ട് മാറും. എന്തായിട്ട് മാറും? തെറ്റായിട്ട് മാറും. തെറ്റിനെ നമ്മൾ തിരുത്തുന്നില്ലെങ്കിൽ, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ അതെന്തായി മാറുമെന്നറിയാമോ? അത് കുറ്റമായിട്ട് മാറും. എന്തായിട്ട് മാറും? കുറ്റമായിട്ട് മാറും. അബദ്ധം, നമ്മൾ പറയും ഏത് പോലീസിനും ഒരു അബദ്ധമൊക്കെ പറ്റുമെന്ന്. പക്ഷെ പോലീസിന് അബദ്ധമേ പറ്റുള്ളെങ്കിലോ? പോലീസ് പണിക്ക് കൊള്ളത്തില്ല, കുപ്പായ പോലും വെച്ച് വേറെ വിടണം. ശ്രദ്ധിച്ചേ, അബദ്ധങ്ങൾ തെറ്റിലേക്ക് പരിമാറുമ്പോൾ തിരുത്തണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു തെറ്റുകൾ വരാം. വാട്സാപ്പ് മെസ്സേജുകൾ, ഫേസ്ബുക്കുകൾ, ഇതുവഴിയൊക്കെ പലതും കയറി വരാം, ചിന്തകളിൽ പലതും വരാം. പക്ഷെ അബദ്ധം പറ്റി എന്ന് ബോധ്യമാകുമ്പോഴേ തിരുത്തണം. അബദ്ധം തിരുത്താതിരുന്നാൽ അതെന്തായി മാറും? തെറ്റായി മാറും. തെറ്റ് സംഭവിച്ചാലും തിരുത്താം, പക്ഷെ തെറ്റും തിരുത്താതിരുന്നാൽ അത് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറും. അതിന് പറഞ്ഞ പേരെന്താണെന്നറിയാമോ? കുറ്റം. കുറ്റത്തിന് എന്തോ ഉണ്ടെന്നറിയാമോ? ശിക്ഷയുണ്ട്. ഇന്ത്യൻ പീനൽ കോഡിലും ബൈബിൾ പീനൽ കോഡിലും കുറ്റത്തിന് എന്തോ ഉണ്ട്. കുറ്റത്തിലേക്ക് നമ്മൾ ചെന്നുപെടും മുമ്പ് അബദ്ധങ്ങളും തെറ്റുകളും മക്കളെ തിരുത്താം. തീരുമാനമുള്ളവരാകാം, സമർപ്പണമുള്ളവരാകാം, പരിശ്രമിക്കുന്നവരാകാം, നിയോഗങ്ങളെ അനുസരിക്കുന്നവരാകാം. നമ്മുടെ ആയുസ് കൊണ്ടുള്ള ജന്മം കൊണ്ടുള്ള ഉദ്ദേശം നടപ്പിലാകുന്നു. ഒരൊറ്റ വാക്കോടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലന് ഒരു സ്വപ്നമുണ്ട്. 1:10 വാക്യങ്ങൾ വീട്ടിൽ പോയി വായിച്ചോളാം. 9 വായിക്കേണ്ടത്. 10ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. സ്തോത്രം. 5 കാര്യങ്ങളാണ്, 5 പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ന് പറയുന്നത്. 5 പ്രാർത്ഥനാ വിഷയങ്ങൾ. അതിനകത്ത് ഒരു പ്രാർത്ഥനാ വിഷയമാണ് ദൈവത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറയുക. കൊലോസ്യർ 1:9 മുതൽ വീട്ടിൽ പോയി വായിച്ചോണം. അതിനകത്ത് 5 പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. അതിൽ 2ാമത്തെ പ്രാർത്ഥനാ വിഷയമാണ് നിറയുക. എന്താണ്? നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. നിറയുക. ഞാനിങ്ങനെ പറയട്ടെ, ഒരാളിൽ എന്താണോ ഫീൽ ആകുന്നത് അതായിരിക്കും അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത്. മക്കളെ ശ്രദ്ധിച്ചോ, ഒരാളുടെ ഉള്ളിൽ എന്താണോ നിറയുന്നത് അതായിരിക്കും ആളെ കൺട്രോൾ ചെയ്യുന്നത്. എന്റെ ഉള്ളിൽ പ്രേമം നിറഞ്ഞാൽ എന്നെ കൺട്രോൾ ചെയ്യുന്ന പ്രേമമായിരിക്കും. സ്നേഹിച്ചിട്ടുള്ളവരില്ലാത്തുണ്ടോ? പിന്നെ എന്റെ ഭാഷ, ഈ ഭാഷ ഇതൊക്കെയാണ് പിള്ളേരെ പഠിപ്പിക്കുന്നത്. പിന്നെ നമുക്ക് കാണാൻ എപ്പോഴും കൊതിയുണ്ടാകും. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഫോണൊന്നും ഇല്ല. ഈ സ്ഥിരം കയറുന്ന ബസ്സുണ്ട്. കാരണം നമ്മളെ ആളുകൾ ആ ബസ്സിനാണ് എന്ത് ചെയ്യുന്നത്? ആ ബസ്സിനേ കയറത്തുള്ളൂ, വേറെ ഏത് ബസ് വന്നാലും കയറത്തില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പോലും മനസ്സിങ്ങനെ കോളേജ് പോകുമ്പോൾ വരുമ്പോഴെല്ലാം കണ്ണുകൾ ഇങ്ങനെ പായുക. കാരണം നമ്മളെ നിയന്ത്രിക്കുന്നുണ്ടാ.
പണത്തെക്കുറിച്ചുള്ള ആർത്തി മനസ്സിൽ നിറഞ്ഞാൽ നിയന്ത്രിക്കുന്ന അതായിരിക്കും. ഏതാനും നാൾ മുൻപ് കേട്ടു പറഞ്ഞ സ്ഥലപ്പേര് കൂടത്തായി. അവിടുത്തെ ആന്റിയുടെ പേരെന്നായിരുന്നു എന്നായിരുന്നു? കൂടത്തായിലെ ആന്റിയുടെ പേരെന്നായിരുന്നു ജോളി. ജോളി ജോളി പിന്നെ ഞങ്ങളുടെ അണ്ണന്മാർക്കറിയാം ജോളി. ജോളിയുടെ ഉള്ളിൽ സ്വത്തുമോഹവും മറ്റു വിഷയമോഹവും നിറഞ്ഞപ്പോൾ ഒന്നിന് പിറകെ ഒന്നൊന്നായി എത്ര കൊലപാതകം നടന്നു? 6 കൊലപാതകം നടന്നു. 6 കൊലപാതകം. ജോളിയെ ഏതാണ്ടൊക്കെ നിയന്ത്രിക്കാൻ തുടങ്ങിയപ്പോൾ കൊലപാതകങ്ങൾ 6. നമ്മുടെ കുഞ്ഞുങ്ങളെ വേണ്ടാന്ന് നിയന്ത്രിക്കുമ്പോഴാണ് കയറെടുക്കുന്നത്, വീട് വിട്ടിറങ്ങിപ്പോകുന്നത്. ജനിപ്പിച്ചു വളർത്തിയ അപ്പനേക്കാൾ അമ്മയേക്കാൾ ഇന്നലെ കണ്ട ഒരുത്തനെ, ഇന്നലെ കണ്ട ഒരുത്തിയെ വലുതായി കണ്ട് അവരോടുള്ള സകല സ്നേഹവും മറന്ന് ഇറങ്ങിപ്പോകുന്നൊക്കെ ഇതുപോലെ വേണ്ടാത്തത് നിയന്ത്രിക്കുമ്പോഴാണ്. മനസ്സിലാകുന്നു നമ്മളെ അവിടെ എന്താ നിയന്ത്രിക്കേണ്ടത് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞ പുസ്തകത്തിൽ എനിക്ക് ആഗ്രഹമാണ്, പക്ഷേ സമയപരിമിതി ഞാൻ ഇങ്ങനെ അവസാനിപ്പിക്കട്ടെ. ഇനിയും ശ്രദ്ധിച്ച്, ലോകം നിറഞ്ഞാൽ നമ്മളെ എന്തോ നിയന്ത്രിക്കും? സിനിമാ ഭ്രമം നിറഞ്ഞാലോ കോളേജിൽ പോകാന്ന് പറഞ്ഞിറങ്ങും, ബുക്ക് ചുരുട്ടിക്കൂട്ടി പോക്കറ്റിലിടും, അല്ലെ പായ്ക്ക് എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിക്കും, എന്നിട്ട് എങ്ങോട്ട് പോകും? തിയേറ്ററിലോട്ട് പോകും. നമ്മുടെ ഉള്ളിൽ എന്താണോ നിറയുന്നത്? കർത്താവിന്റെ ദാസന്മാരുടെ പാട്ട് പാടി, പുതിയ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് പഠിക്കാൻ വാങ്ങിച്ചു വരും. അവരെല്ലാം ഇങ്ങനെ നടക്കുമ്പോൾ മൂളിപ്പാട്ട് പാടിക്കൊണ്ടിരിക്കും, എന്നൊക്കെ പറഞ്ഞ് പാടിക്കൊണ്ട് നടക്കും. കാരണം അവരുടെ ഉള്ളിൽ എന്താ നിറഞ്ഞിരിക്കുന്നത്? ഞാനാണ് പോകുന്ന പോക്കെല്ലാം വണ്ടി ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഇപ്പൊ ശരീരബലഹീനമായിട്ട് കുഞ്ഞുങ്ങളായിട്ട് വണ്ടി പഠിക്കാൻ എപ്പോഴും കാണും. ഇഷ്ടമൊക്കെ ഒറ്റയ്ക്കുള്ളപ്പോഴൊക്കെ പ്രശ്നപ്പെട്ടിരിക്കും. ഒറ്റയ്ക്ക് രാത്രി ഞാൻ ഡ്രസ്സിന് മണ്ടേ കയറി ഇങ്ങനെ പ്രശ്നിച്ചു നടക്കും. എന്റെ ഒരു പ്രശ്നമാണെന്നുള്ളൂ. പിന്നെ ഞാനിങ്ങനെ പ്രശ്നിച്ചു നടക്കും ഒറ്റയ്ക്ക്. എന്റെ ആഗ്രഹ പ്രശ്നമാണെന്നുള്ളത് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നടക്കും. ഭാര്യയൊക്കെ ചിലപ്പോൾ വിളിച്ചു പ്രസംഗിക്കും, എടി ഈ പ്രസംഗം ഒന്ന് കേട്ടെന്ന് പറയും. പിന്നെ മുറക്കത്തിൽ വിളിച്ചിട്ട് എടി ഈ പ്രസംഗം ഒന്ന് കേട്ടെ എങ്ങനെ ചോദിക്കും. എന്നെ കേൾക്കുന്നവർ എന്റെ ഉള്ളിൽ നിറയുന്നതാണ് എന്നെ നിയന്ത്രിക്കുന്നത്. എന്താണോ നിറയുന്നത്? ഇനിയും അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വന്നു. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചോ. 2:4 മുതൽ കൊണ്ട് വായിക്കണം. വിശുദ്ധന്മാർക്ക് അറിയാം. അവിടെ എഴുതിയിരിക്കുന്നു, 1 പറഞ്ഞ് രണ്ടാമത്തിന് വാളെടുക്കുന്ന, 1 പറഞ്ഞ് രണ്ടാമത്തിന് പ്രാകുന്ന, യേശുവിനെ എനിക്ക് വേണ്ടെന്ന് പറയുന്ന പത്രോസ് ചായനിൽ ഉൾപ്പെടെ, പത്രോസ് അമ്മനിൽ ഉൾപ്പെടെ എന്നോ നിറഞ്ഞു? ആത്മാവ് നിറഞ്ഞു, പരിശുദ്ധാത്മാവ് നിറഞ്ഞു. നേരത്തെ കോപം നിറഞ്ഞപ്പോ കൈ വാളെടുത്തു. കോപം നിറഞ്ഞപ്പോ കയ്യിൽ എന്ത് ചെയ്തു? വാളെടുത്തു. ആത്മാവ് നിറഞ്ഞപ്പോഴോ 11 പേരോടുകൂടെ എഴുന്നേറ്റ് പ്രസംഗിച്ചു. 3000 പേര് രക്ഷിക്കപ്പെട്ടു. എല്ലാ അമ്മമാരും ആഗ്രഹിക്കണം, എല്ലാ പിതാക്കന്മാരും ആഗ്രഹിക്കണം. ഇതിനകത്തിരിക്കുന്ന മുഴുവൻ കർത്തൃ ശുശ്രൂഷകന്മാരും
ഏറ്റവും ശ്രേഷ്ഠവും മെച്ചവുമായ കരിയർ, ഫ്യൂച്ചർ ദൈവം നിനക്ക് തരും. ശക്തമായ പ്രാർത്ഥനാ ജീവിതവും വചനധ്യാനമുള്ളവളായി മാറുക. നിന്റെ ഉഴപ്പുകളും അലസതകളും മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ അനുസരണമുള്ള കുഞ്ഞായി, പ്രാർത്ഥനാനിരതയായി, വചനധ്യാനമുള്ളവളായി നീ മാറിയ നിന്റെ ലൈഫ് നിനക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത അനുഭവങ്ങളിലൂടെ കർത്താവ് കൊണ്ടുപോകുമെന്ന് പരിശുദ്ധാത്മാവിനോട് നിന്നോട് ആഗ്രഹം പറയുക. നിന്റെ കുടുംബത്തിനിടയിൽ മറ്റുള്ളവരുടെയും ഏറ്റവും ശ്രേഷ്ഠയും മാനീയമായ ദൈവം നിന്നെ നിന്നോട് പരിശുദ്ധാത്മ പറയും. നിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ മെച്ചമായ കരിയർ, മെച്ചമായ ഫ്യൂച്ചർ. യോസഫിനെ ദൈവം എങ്ങനെ മറ്റൊരു സ്ഥലത്ത് രാജ്യത്ത് ഉയർത്തി വെച്ചു, അതുപോലെ ദൈവം ഉയർത്തും. പക്ഷെ മോളും ആഗ്രഹിക്കണം ആത്മനിറവിന്റെ ഒരു ജീവിതം. പരിശുദ്ധാത്മാവേ എന്നിൽ വരണമേ, എന്നെ ഗൈഡ് ചെയ്യണമേ, ആ പ്രസൻസ് എപ്പോഴും എന്നോട് കൂടെ ഇരിക്കണമേ. അത് കൊതിക്കുക, അത് ആഗ്രഹിക്കുക. നിന്നിലൂടെ വിശക്കുന്ന അനേകർ തൃപ്തി പ്രാപിക്കും, ദാഹിക്കുന്ന അനേകർ തൃപ്തിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുക. കയ്യിലെ നന്മകൾ അനേകർക്ക് ചിലവിടത്തക്കവണ്ണം ശ്രേഷ്ഠമായ വഴികളിലൂടെ ദൈവം നടത്തും. സ്തോത്രം. മക്കളെ, ദൈവം നിന്നോട് ആലോചന പറയുന്നു. കർത്താവിന്റെ വേലയ്ക്ക് പ്രയോജനമുള്ള ഒരു മാനപാത്രമായി ദൈവം നിന്നെ പൊക്കിയെടുക്കും. അഭിഷേകത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകും. പക്ഷേ വഴിതെറ്റിക്കുന്ന, അനുസരണക്കേട് ജനിപ്പിക്കുന്ന ദുഷ്ടപിശാചിന്റെ വ്യാപാര ശക്തികൾ നിന്റെ പിറകിൽ വളർന്നനുസരിച്ചുണ്ടാകും. എന്നാൽ അതിനെ ഓവർകം ചെയ്യുവാൻ പ്രാർത്ഥനയും വചനധ്യാനവും ആത്മീക ബന്ധങ്ങളും ആത്മീയരോട് ചേർന്നുള്ള കൂട്ടും മോനിലുണ്ടായ മോനെ ദൈവം നാളെയുടെ ദിനങ്ങളിൽ ഉയർത്തുന്ന ഒരു വെളിപ്പാട്, ലിഫ്റ്റ് ചെയ്തൊരു വെളിപ്പാട് പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്നു. മക്കളിലേക്ക് പാസ്റ്റർ കൈമാറുന്നു. അമ്മമാരെ, പിതാക്കന്മാരെ, എത്ര പേർ കൊതിക്കുന്നു നിങ്ങളുടെ മക്കളെ ആത്മാവ് നിയന്ത്രിക്കാൻ. ഒറ്റയൊരെണ്ണം വഴിതെറ്റത്തില്ല. പാസ്റ്റർമാരെ, പാസ്റ്റർമാരെ, എത്ര പേർ ആഗ്രഹിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങളെ ആത്മാവ് നിയന്ത്രിക്കാൻ. ഒറ്റയൊരെണ്ണം പ്രേമിക്കത്തില്ല, ഒറ്റയൊരെണ്ണം കൊണ്ടേക്ക് പോകത്തില്ല, ഒറ്റയൊരെണ്ണം സിനിമ കാണത്തില്ല, കഞ്ചാവ് അടിക്കത്തില്ല, സിഗരറ്റ് വലിക്കത്തില്ല, വേണ്ടാതെ നിങ്ങളുടെ പുറകെ പോകത്തില്ല. എനിക്ക് അതൊക്കെ വിശദീകരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. 2-3 മണിക്കൂർ പ്രസംഗിക്കാൻ പഠിക്കണം. ചുമ്മാ ആത്മനിറവിൽ ചലിക്കും. നമ്മുടെ സംഘടനയ്ക്ക് ആത്മനിറവിൽ ചലിക്കുന്ന ഒരു തലമുറ ദൈവം നോക്കിയത്. ആത്മനിറവിൽ ഞങ്ങളുടെ ചെമ്പൂരിന്റെ ചട്ടപ്പെടുന്ന കൊച്ചു സഭയ്ക്കകത്ത് ഒരു കൂട്ടം യുവാക്കളുണ്ട്. +2 കഴിയുമ്പോൾ അപ്പന്മാരും കെട്ടിച്ചു വിട്ടുകൊണ്ടിരുന്ന സ്ഥാനത്ത് എങ്കിലും ഡോക്ടറേറ്റുകൾ, ഉയർന്ന വിദ്യാഭ്യാസ നിലകൾ, പല PG ഉള്ള നിരവധി കുട്ടികൾ ചർച്ചിനകത്തുണ്ട്. രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കുന്നവരുണ്ട്. ക്യാപിറ്റലുകാരുടെ, പശുക്കറവക്കാരുടെ മക്കളാ. അഭിഷേകം ഒരു തലമുറയെ ചലിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ, ആത്മസാന്നിധ്യം ഒരു തലമുറയെ നിയന്ത്രിക്കാൻ തുടങ്ങിയപ്പോൾ, ആത്മാവശ്യം തലമുറ നിയന്ത്രിക്കാൻ തുടങ്ങി. ഇങ്ങനെ പൊന്നുമക്കൾ എന്ത് ആഗ്രഹിക്കുന്നു? കേട്ടിട്ട് കൈയടിച്ച് കോപം പറഞ്ഞാൽ കോപം നിയന്ത്രിക്കും. അങ്ങനെ പറഞ്ഞ ശരിയല്ലേ? ലവ് നിറഞ്ഞാൽ ലവ് നിയന്ത്രിക്കും. വേണ്ടാതീനങ്ങൾ നിറഞ്ഞാൽ വേണ്ടാതീനങ്ങൾ നിയന്ത്രിക്കും. ശരിയല്ലേ? നോക്കിക്കേ. പിണക്കം നിറഞ്ഞാൽ പിണക്കം നിയന്ത്രിക്കും. ചിലക്ക് മുമ്പ് വെച്ച് പോകുന്നതിന് മുമ്പ് മാറിപ്പോകത്തില്ലേ? എന്താ നമ്മൾ നിറഞ്ഞിരിക്കുന്നത്? പിണക്കങ്ങളാണ്. നമ്മളിൽ സ്നേഹം നിറഞ്ഞാലോ, ഞാൻ പാസ്റ്റങ്ങളെ കൊറോണ കാലമാണ്, പരിമിതികളുണ്ട്, എങ്കിലും പാസ്റ്റങ്ങളെ ഞാൻ ചേർത്ത് പിടിക്കും. എന്റെ പണത്തിന് ശൈലിയെ ആരെക്കാളും ചേർത്ത് പിടിച്ച് ഒപ്പ് കൊടുക്കും. കാരണം നാളെ എനിക്ക് ഉണ്ടോ എന്ന് അറിയത്തില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ തന്നെ നുള്ളിപ്പറിച്ച് നോക്കും ഞാൻ ജീവനോടെ ഉണ്ടോ എന്ന്. കാരണം അങ്ങനത്തെ ഒന്നാ എന്റെ ലൈഫ്. അതുകൊണ്ട് ഞാൻ നോക്കും ഞാൻ ഉണ്ടോ എന്ന്. എന്നും മക്കൾക്ക് ഉണ്ടോ കൊടുക്കും. വിശുദ്ധനെ പിടിച്ച് ആ വിശ്വാസം അടുത്തിട്ട് സംസാരിക്കും. നാളെ ഉണ്ടോ ഉറപ്പില്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. ഹല്ലേലൂയ. മായാത്ത ചില സിഗ്നേച്ചറുകൾ, മായാത്ത കയ്യൊപ്പുകൾ എനിക്ക് എന്റെ കുടുംബത്തിനകത്ത്, എന്റെ സഭയ്ക്കകത്ത് ഇടാൻ പറ്റിയ എന്റെ തലമുറ പറയും, എന്റെ അപ്പായെ പോലെ സ്നേഹിക്കുന്ന ഒരു അപ്പ,
എന്റെ ബിസിനസ് പറയും എന്റെ ഹസിനെ പോലെ സ്നേഹിക്കുന്ന ഒരു ഹസ്ബൻഡ്. എന്റെ വിശ്വാസികൾ പറയും ഞങ്ങളുടെ പാസ്റ്ററെ പോലെ സ്നേഹമുള്ളൊരു പാസ്റ്റർ. സ്നേഹം പറഞ്ഞാൽ സ്നേഹം നിയന്ത്രിക്കും. വചനം പറഞ്ഞാലോ വചനം നിയന്ത്രിക്കും. പ്രത്യാശ പറഞ്ഞാലോ പ്രത്യാശ നിയന്ത്രിക്കും. ക്യാൻസറിന്റെ വിലൊരു പ്രത്യാശ നമ്മളിവിടെ കേട്ടു. 2 കണ്ണിലും കാഴ്ചയില്ല, അഭിഷേകങ്ങളൊന്ന് പാടി ക്യാൻസറിനെ വെല്ലുന്ന ഒരു പ്രത്യാശ തന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുകയാണ്. തന്നെയാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മമാരെ, ആന്റിമാരെ, സഹോദരന്മാരെ, യൗവനക്കാരെ, ഇന്ന് മുതൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആക്കുവാൻ
കണ്ണുകളും വീണ്ടും ദൈവസ്ഥനെ കാണിച്ചു. എല്ലാ കണ്ണുകളും ദൈവസ്ഥനെ കൂടുക